നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മളെല്ലാവരും ഒരുപാട് നാളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട്. വഖഫ് ബോർഡ് എന്നുള്ളത് നമ്മൾ ഇതിനു മുൻപും പല രീതിയിൽ കേട്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡിനോട് ചേർത്ത് വെച്ചൊക്കെ നമ്മൾ ഒരുപാട് ഘട്ടം കേട്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഈ ഹൈന്ദവരുടെ ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നു. പക്ഷെ വഖഫ് ബോർഡിന്റെ സ്വത്ത് വകകൾ എങ്ങോട്ട് പോകുന്നു, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ സ്വത്ത് വകകൾ എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ വരുമാനം എങ്ങോട്ട് പോകുന്നു എന്നുള്ള വിഷയത്തിലൊക്കെ നമ്മൾ ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ആ ഒരു ഭീകരത ഇന്നിപ്പോൾ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയം ഇന്നിപ്പോ മലയാളികൾക്ക്, പ്രബുദ്ധ മലയാളി എന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. ഈ പ്രബുദ്ധ മലയാളി എത്രത്തോളം ബോധവാനാണ് എന്നുള്ളത് വ്യക്തമല്ല. എന്നിരുന്നാലും ആ വിഷയം നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് അതിന്റെ പ്രാധാന്യം കൊണ്ടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശിഷ്ട വ്യക്തികളായിട്ടുള്ള നമ്മുടെ അതിഥികൾ ഭഗത്ജി, അതുപോലെ ഹരിയേട്ടൻ, അതുപോലെ രാമസിംഹൻജി, വിശിഷ്ട വ്യക്തികൾക്ക് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. മറ്റു രണ്ട് വ്യക്തികളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജാമിത ടീച്ചർ, അതുപോലെ രാജശേഖരൻജി VHP-യുടെ സംസ്ഥാന സെക്രട്ടറി, ഇവരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ആദ്യത്തെ ആ ഒരു ചോദ്യം എന്നുള്ള നിലയ്ക്ക് തന്നെ രാമസിംഹൻജിയിലേക്ക് തന്നെയാണ് പോകുന്നത്. രാമസിംഹൻജി, എങ്ങനെയാണ് ഈ ഒരു ഭീകരതയെ കാണുന്നത്? കാരണം മലയാളികൾക്ക് ഇന്നും ഇതിന്റെ ഭീകരത മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവരും എരിവും പുളിയുമുള്ള വിഷയങ്ങൾക്ക് പിറകെ ഓടുന്ന ഒരു അവസ്ഥയാണുള്ളത്. എങ്ങനെയാണ് ഈ വഖഫ് ബോർഡിന്റെ ഈ വിഷയം? നമ്മൾ കണ്ടു, ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരുപാട് വില്ലേജുകൾ പിടിച്ചെടുത്തു, അതുപോലെ ഗുജറാത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അതിന്റെ ഒന്നും പിറകിലല്ല മലയാളി എരിവും പുളിയും തേടിയുള്ള യാത്രയിലാണ്. എങ്ങനെയാണ് സർ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്? അതായത് അള്ളാഹുവിന് കൊടുക്കുന്ന സ്വത്ത് വകകളാണ് ഈ ശരിക്കും പറഞ്ഞാല് വഖഫ് ബോർഡിന്റെ സ്വത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നാളെ എന്റെ വീട് നിൽക്കുന്ന സ്ഥലം 1796 ടിപ്പു സുൽത്താൻ വഖഫ് ബോർഡിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വിട്ടുപോവുകയല്ലാതെ എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. അതാണ് സ്ഥിതി. അതായത് ഇന്ത്യയില് ഇപ്പൊ നമുക്കറിയാം, ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്നത് സർക്കാരാണ്. ക്രിസ്ത്യൻസിന്റെ ആണെങ്കിൽ അവരുടെ തന്നെ സഭയുടെ കീഴിലാണ് അവരുടെ സ്വത്ത് കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ സ്ക്രൂട്ടിനി ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ആ സംബന്ധിച്ച് കോടതിയിൽ പോകാനും വ്യവഹാരങ്ങൾ നടത്താനൊക്കെ അവകാശമുണ്ട്. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ ഒക്കെ ഇഷ്ടംപോലെ ഭൂമി നാട്ടുകാർ കൊണ്ടുപോയി അതൊക്കെ പോവുക എന്നല്ലാതെ അത് പിടിച്ചെടുക്കാനൊന്നും ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല. പക്ഷേ നേരെ മറിച്ച് വഖഫിന്റെ ഒരു സ്വത്തായി അവരങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എനിക്കോ നിങ്ങൾക്കോ കോടതിയിൽ പോകാൻ കഴിയില്ല. വഖഫിന്റെ ട്രൈബ്യൂണലിൽ പോയിട്ട് നമ്മൾ വാദിച്ച് ജയിക്കാൻ പറ്റുമോ? കൊള്ളക്കാരുടെ ഇടയിൽ കയറിയിട്ട് നമ്മൾ കൊള്ളക്കാരോട് നിങ്ങൾ കൊള്ളയടിക്കുന്നു, അത് ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഇപ്പോഴും ഈ മണ്ടന്മാരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് കുറച്ച് മനസ്സിലായി. അതുകൊണ്ടാണ് ദീപിക അത് കാര്യമായിട്ട് ഗൗരവമായിട്ട് എടുക്കുന്നത്. അത് മാത്രമല്ല, ഈ എൻക്രോച്ച്മെന്റ് ഗൗരവമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കോഴിക്കോടത്തെ സ്ഥിതി അറിയാം. എത്രയോ കാലം മുമ്പ് രാജാവ് കൊടുത്തു, ഫറവോളയും കൊടുത്തു. ഫറവോളയെ അവര് വിറ്റു, കാശ് വാങ്ങിച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത ഭൂമിയാണ് ഇന്ന് പറയുന്നത് വഖഫിന്റെ ആണെന്ന് പറയുന്നത്. അപ്പൊ 100-300 കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളുടെ എല്ലാം ആശ്രയമായിട്ട് പോകുന്നത്. നമ്മളൊക്കെ ചെയ്യുന്നത്, ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് ഈ വീട് വയ്ക്കാൻ വേണ്ടി ഞാൻ എന്റെ ഭൂമിയാണ് പണയം വെച്ചിരിക്കുന്നത്. എന്റെ വീട് നിൽക്കുന്ന ഭൂമിയിൽ ആ ഭൂമി പണയം വെച്ചിട്ടാണ് എനിക്ക് വീട് വെക്കാൻ കഴിയുന്നത്. ഈ മക്കളെ കെട്ടിക്കാനാണെങ്കിലും ഈ മക്കളെ പഠിപ്പിക്കാനാണെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിലൊക്കെ ആകെയുള്ള നമ്മുടെ ആ ഒരു അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയാണ്. നമ്മൾ കരമടയ്ക്കുന്ന ഭൂമി. ആ ഭൂമി നമുക്ക് ഒരു ദിവസം പറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഭൂമിയല്ല, ഇത് വഖഫിന്റെ ഭൂമിയാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ 1000 വർഷം പഴക്കമുള്ള 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് വഖഫിന്റേതായി മാറുന്നത്. ഇത് അത്തരം കാര്യങ്ങൾ ചിന്തിക്കാതെ, ഈ അവസ്ഥ ചിന്തിക്കാതെ CPM, കോൺഗ്രസ്, അവർക്ക് രണ്ടുപേർക്കും ഈ മുസ്ലിംസിന്റെ വോട്ട് മാത്രം മതി. അതിനുവേണ്ടി തീവ്രവാദത്തെ എങ്ങനെ പരിപോഷിപ്പിക്കാനോ എണ്ണയിട്ട് തടവി കൊടുക്കാനോ അവർ തയ്യാറാണ്. പക്ഷെ അവർക്ക് നാളെ ഇത് തെറ്റായി തോന്നണമെങ്കിൽ AKG സെന്ററിൽ വഖഫ് ബോർഡ് അവകാശം പറഞ്ഞു വരാം. അത് പിന്നീട് അവർ വരാതിരിക്കൊന്നുമില്ല. ഇപ്പൊ പാളയത്ത് നിൽക്കുന്നത് പാളയം പള്ളിയുടെ കീഴിലുള്ള ഭൂമിയാണ് AKG സെന്റർ എന്ന് പറയുമ്പോഴേ ഈ കമ്മികൾക്ക് ബോധം ഉണ്ടാവുള്ളൂ. അതുവരെ കമ്മികൾ, അത് പാകിസ്ഥാനിലാണെങ്കിൽ ശരി, അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ ശരി,
ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എപ്പോഴും ഈ തീവ്രവാദത്തിന്റെ കൂടെ നിന്ന് എന്താണ് സമരസപ്പെട്ട് അവരെ സുഖിപ്പിച്ചു നിർത്തിയതാണ്. പക്ഷെ അവരുടെ കയ്യിലേക്ക് എന്നാണ് അവകാശം വരുന്നത്, അവർക്ക് അധികാരം വരുന്നത്, അപ്പോഴേ ആദ്യം തട്ടുന്നത് ഈ കമ്മികളെയായിരിക്കും. ഇപ്പൊ നമുക്ക് പാകിസ്ഥാന്റെ കാര്യത്തിലെടുത്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ബംഗ്ലാദേശിന്റെ കാര്യത്തിലെടുത്താൽ ഇപ്പൊ സമരത്തിന് മുമ്പിലത്തെ ഹിന്ദു പെൺകുട്ടിയാണ് ആദ്യം ആക്രമിക്കാൻ വേണ്ടി പോയത്. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പാകിസ്ഥാൻ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടും ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഇന്ത്യക്കാരുടെ ഹിന്ദു എന്ന് പറയുന്ന ആ മുഖ്യധാരയ്ക്ക് യാതൊരുവിധ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും സംസാരിച്ചിട്ടില്ല. നെഹ്റുവിന് ഒരു ഇസ്ലാമിക് തോട്ട് തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയവും വേണ്ട. അപ്പൊ ഈ കോൺഗ്രസ് ഉണ്ടായത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒരു മുസ്ലിം അപ്പതി അവർക്ക് എപ്പോഴും ഉണ്ട് അവരുടെ. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു ബില്ല് വരുമ്പോ, ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോ, ഒരു വഖഫ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ അതിനുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് സാമാന്യമായിട്ടുള്ള ബോധമുള്ള എല്ലാവരും ചിന്തിക്കും. ഇത് അങ്ങനെയല്ല. നമ്മളിത് അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്നത് 1950 ക്ഷമിക്കണം 2050 എന്തായാലും ഇവിടെ ഇസ്ലാമിക ഭരണം വരും, അപ്പൊ പിന്നെ ഇതൊക്കെ വഖഫ് ബോർഡിന്റെ ആയിക്കൊള്ളും, എന്നാ പിന്നെ നേരത്തെ കിടക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് വരുന്നത്. ഇതിപ്പോ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിന് മുഴുവൻ ജനതയും ഇന്ന് വഴിയാധാരം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എവിടെ ഈ പറയുന്ന നിയമത്തിൽ തിരുത്തൽ വന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ഭൂമിയും അവരുടെ അമ്പലവും തിരിച്ചു കിട്ടുകയുള്ളൂ. അപ്പൊ ഇത് നമുക്ക് പറയുകയാണെങ്കിൽ അധിനിവേശ കാലത്ത് എങ്ങനെയാണോ ചെയ്തത്, അധിനിവേശ കാലത്ത് ഇപ്പൊ ടിപ്പു സുൽത്താൻ വന്നിട്ട് മലബാറിനെ ഇങ്ങനെ വട്ടിട്ട് പിടിക്കുക ചെയ്തത്. വട്ടിട്ടിട്ട് പിടിച്ചിട്ട് പറഞ്ഞു എന്താണ്, നാളെ സുന്നത്ത് ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടിക്കോ അല്ലെങ്കിൽ മരണം വരിച്ചോ എന്നാ പറഞ്ഞത്. 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഈ മുട്ട മുറിച്ച് അവരുടെ കൂടെ കൂടുക, അതല്ലെങ്കിൽ മരണം സ്വീകരിക്കുക. ആ രീതിയിലാണ് അധിനിവേശം ഉണ്ടായിട്ടുള്ളത്. ഇതും അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം ഒരു മനുഷ്യ ഒരു സൊസൈറ്റിയെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പം പറഞ്ഞാൽ അവരുടെ കീഴിലുള്ള ഭൂമിയുടെ അധീശത്വം അത് വർദ്ധിപ്പിക്കുക, ഭൂമി കൂടുതലായിട്ട് അവരുടെ കൈവശത്തേക്ക് കൊണ്ടുവരിക, സമ്പത്ത് അവരുടെ കൈവശത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ സാമ്പത്തികമായിട്ടും ഈ എല്ലാ രീതിയിലും ഭൂമിയുടെ അളവിന്റെ രീതിയിലുമൊക്കെ ഒരു വശത്തേക്കുള്ള ഒരു ഏകീകരണമാകുമ്പോൾ ബാക്കിയുള്ളവർ ഒന്നുകിൽ അവിടുന്ന് ഓടിപ്പോകുക, അതല്ലെങ്കിൽ അവരിലേക്ക് മാറുക. ഈ 2 ഓപ്ഷനാണ് ഉണ്ടായിട്ടുള്ളത്. ആ 2 ഓപ്ഷന്റെ കൂടെ തന്നെയാണ് ഈ എന്നും രാഷ്ട്രീയം നിന്നിട്ടുള്ളത്. ഇപ്പൊ BJP ഭരിക്കുന്ന BJP ആണ് ഒരുപക്ഷെ ആദ്യമായിട്ട് ചിന്തിക്കുന്നത് എങ്ങനെ ഈ വഖഫ് നിയമത്തിൽ ഒരു മാറ്റം വരണം, ഇത് ഏകപക്ഷീയമായിട്ട് വഖഫ് ബോർഡ് മാത്രം തീരുമാനിക്കുന്നത് ശരിയല്ല, രാജ്യത്തിന്റെ സമ്പത്ത് ഒരു പ്രത്യേക മതത്തിന് മാത്രം ആ മതം തീരുമാനിക്കുന്നത് പോലെ കൈവിട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമായിട്ടാണ് ചിന്തിക്കുന്നത്. ഇതിനു മുമ്പും പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ആരും തന്നെ ഇതിന്റെ ഗൗരവം അങ്ങോട്ട് ഏറ്റെടുത്തിട്ടില്ല. തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ളത് അത് തമിഴിന്റെ അല്ലേ എന്നുള്ള രീതിയിൽ അങ്ങ് മാറ്റുകയാണ് ചെയ്തത്. ഈ കോഴിക്കോടുള്ള പ്രശ്നം പോലും ഈ ഗൗരവമായിട്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരനോ അല്ലെങ്കിൽ പാണക്കാട് തങ്ങളോ ഇത് മര്യാദയല്ല, ഇത് മര്യാദ കേടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? സ്വാഭാവികമായിട്ട് ഒരു സമൂഹത്തില് ഒരു മോശപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചിന്താഗതി ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ നേരെ ഒരു പിടിച്ചെടുക്കൽ എന്നുള്ള സ്വഭാവം ഉണ്ടാകുമ്പോൾ അതിന് പ്രതികരിക്കേണ്ടതാണ് ആ സമൂഹത്തിലെ മുതിർന്ന നേതാക്കളാണ്, അതല്ലെങ്കിൽ അവിടുത്തെ പണ്ഡിതരാണ്. ഇതിപ്പോ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടും ഇത് തോന്നിവാസാണെന്ന് അറിഞ്ഞിട്ടും തമിഴ്നാട്ടിലെ 1500 വർഷം പഴക്കമുള്ള ഹിന്ദു ക്ഷേത്രം വഖഫിന്റേതാണെന്ന് പറഞ്ഞപ്പോൾ പോലും ഈ കേരളത്തിലെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ ഒരു മുസ്ലിം പണ്ഡിതനോ ഒരു മുസ്ലിം നേതാവോ രാഷ്ട്രീയ നേതാവോ ഇതിന് വ്യത്യസ്തമായിട്ട് പറഞ്ഞ് ഇതിനെതിരായിട്ട് പറഞ്ഞിട്ട് ഇത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് ഒരു പക്ഷേ അവര് എന്താ പറഞ്ഞാൽ വഖഫിന്റെ കൂടെ നിൽക്കുകയും ചെയ്തു. അതല്ലാതെ ഒരു സമൂഹത്തിൽ ഇത് പാടില്ല എന്ന അർത്ഥത്തിൽ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ഞങ്ങൾക്ക് കിട്ടിയ നിയമം, ഞങ്ങൾക്ക് കിട്ടിയ അവകാശമാണ്, നീ പോയി പണി നോക്കടാ എന്ന് പറയുന്ന ഒരു രീതിയാണ് നോക്കുന്നത്. അതായത് എന്റെ സ്വത്തിനോ അല്ലെങ്കിൽ എന്റെ മാനത്തിനോ എന്റെ സംസ്കാരത്തിനോ അവിടെ സ്ഥാനമില്ല.
എന്റെ ന്യൂനപക്ഷത്തു നിന്ന് ആ ഒരു വകുപ്പ് വെച്ചിട്ട് എനിക്ക് തന്നിട്ടുള്ള ചില അധികാരങ്ങൾ, ആ അധികാരങ്ങൾ ഇവിടുത്തെ ബഹുഭൂരിപക്ഷത്തിന്റെ മേലെയും പ്രയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഈ നമ്മള് ഈ മെന്നാന്ന് കണ്ട മാതിരി ഇസ്രായേല് നമ്മുടെ പേജറിൽ ബോംബ് വെച്ച മാതിരിയാ. നമ്മുടെ കയ്യിലൊക്കെ ഫോണുണ്ട്, നമ്മുടെ കയ്യിലൊക്കെ ഇപ്പൊ നമ്മുടെ ഭൂമി ഒരു പേജർ പോലെയാണ്, എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം, നമ്മളില്ലാതാണ്. അപ്പൊ നമ്മുടെ ഈ ഇന്ത്യയിലെ ഈ മുസ്ലിങ്ങളല്ലാതെ ബാക്കിയുള്ളവരുടെ തലയിലൊക്കെ വെച്ചിരിക്കുന്ന ഒരു പേജറോ അതല്ലെങ്കിൽ പറയുന്ന വോക്കി ടോക്കി ആയിട്ട് ഈ മാറുകയാണ് ഇപ്പൊ ഈ പറയുന്ന വഖഫ് ബോർഡ്. ഈ വഖഫ് ബോർഡിനെ ഇല്ലാതാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കിയിട്ടില്ലെങ്കിൽ, ഇനിയും ഈ പറയുന്ന നാളെ ചില ബൈജുവിന്റെ ചാനലോ അല്ലെങ്കിൽ എന്റെ ഭൂമിയോ രാമജ ടീച്ചറിന്റെ ഭൂമിയോ എന്ത് വേണമെങ്കിലും ഇക്കൂട്ടർക്ക് അടിച്ചു മാറ്റാൻ പറ്റും. കാരണം ഒരു 1700-ലോ 1800-ലോ ഒരു രേഖ ഉണ്ടാക്കാൻ തെളിയിക്കാൻ യാതൊരു മാർഗമില്ലെന്നും. ഒരു പഴയ മറ്റേ ടീച്ചറെ, നമ്മുടെ വിശിഷ്ട 2 വ്യക്തികളാണ് VS ഭഗത്ജിയും അതുപോലെ ഹരി ചേട്ടനുള്ളത്. എന്താണ് ഇവരോടൊക്കെ ടീച്ചറുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ടീച്ചറെ ചോദിക്കാം. ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ അല്പം താമസിച്ചു, വൈഫൈക്ക് ചെറിയൊരു പ്രയാസം വന്നു. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് കോൺഗ്രസ്സുകാർ ഒരു പക്ഷേ ഈ രാജ്യം തന്നെ മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കാൻ തയ്യാറായി നിന്നിരുന്ന ഒരു പാർട്ടിയാണെന്ന് നമുക്കറിയാമല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇവരെ പ്രീണിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഇപ്പൊ ആര് താമസിക്കുന്ന ഭൂമിയാണെങ്കിലും ശരി, ഇത് വഖഫിനുള്ളതാണ്. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഞാന് ബൈജുവിന്റെ വീടിന്റെ അടുത്ത് നിലമ്പൂര് എനിക്കൊരു സുഹൃത്തുണ്ട്, ആനക്കയത്ത് സെയ്ദ് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആനക്കയം സെയ്ദ് മുഹമ്മദ് ആദ്യകാല യുക്തിവാദി നേതാവാണ്. അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയൊക്കെ മെഡിക്കൽ കോളേജിന് സ്പോൺസർ ചെയ്ത് ഫ്രെയിം ചെയ്ത് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിനകത്ത് തൂക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മരിച്ചപ്പോ ഇപ്പൊ ഡെഡ് ബോഡിക്കാണല്ലോ കൂടുതൽ മാർക്കറ്റ്. അങ്ങനെ മുസ്ലിങ്ങൾ കൊണ്ടുപോയി അടക്കം ചെയ്തിട്ട് സെയ്ദ് മുഹമ്മദ് ദാ ഇസ്ലാം ആയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് കുറെ ഭൂമി, ഏക്കർ കണക്കിന് ഭൂമിയുള്ള വ്യക്തിയാണ് അദ്ദേഹം. അത് പള്ളിക്ക് കൊടുത്തു. പിന്നീട് ഈ സെയ്ദ് മുഹമ്മദ് ഇസ്ലാം മതം വിട്ടു, യുക്തിവാദിയായി. എങ്ങനെയൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ശരി ആ ഭൂമി തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം വാക്കാൽ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. പക്ഷേ എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത്, ഇന്നത് അവരുടെ കൈകളിലായി. ഇപ്പൊ വഖഫ് നിയമം 2013 ഭേദഗതി ചെയ്ത സമയത്ത് ഏതെങ്കിലും ഭൂമിക്ക് വഖഫ് ബോർഡിന്റെ അവകാശം ഉന്നയിക്കാനുള്ള ഒരു സമയം കൂടി നൽകി. ഉന്നയിക്കാനുള്ള അവകാശവും നൽകി, ഒരു സമയപരിധിയും നൽകി. ഇത് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമാണ് എന്തിനായിരുന്നു ഇങ്ങനെ ഒരു നിയമമെന്ന്. 3 വർഷമാണ് ആ സമയപരിധി തന്നെ നൽകിയത്. ഏതൊരു ഭൂമിയും ഇത് വഖഫിന്റേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിൻ്റെതാണ്. ഈ ഭൂമിയുടെ ഉടമസ്ഥനും അള്ളാഹുവും തമ്മിൽ ഒരു ബൈഅത്ത് ചെയ്യുവാണ്, ഒരു പ്രതിജ്ഞ എടുക്കുവാണ്. പിന്നീട് 2019 ഈ വഖഫ് ബോർഡ് ഏതെങ്കിലും ഒരു സ്ഥലത്തിന് ഉടമസ്ഥ അവകാശവാദവുമായി വരുന്നത് തന്നെ മാധ്യമങ്ങൾ എടുത്ത് ഉദ്ധരിക്കുന്നത്. മാധ്യമങ്ങള് ഉദ്ധരിക്കാത്ത അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ എല്ലാവരും കേസിന്റെ ഒക്കെ പിന്നാലെ പോകുമെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അവര് അന്ന് 2019 ഒരു കുടുംബം ഉന്നയിച്ചത് തങ്ങളുടെ കിടപ്പാടം അന്യായമായി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഈ കൊള്ളക്കാരുടെ പൊള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞ് കുറെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത്. ഇന്ന് ജസ്റ്റീഷ്യ എന്നും പറഞ്ഞ് ഒരു സംഘടനയുണ്ട്, നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മുസ്ലിം വക്കീലന്മാരെല്ലാവരും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഘടനയാണ്. അവര് ഏക സിവിൽ കോഡ് വരുന്ന സമയത്ത്, NRC CAA വിഷയം വരുന്ന സമയത്ത്, ഈ ഹിജാബിന്റെ വിഷയം വരുന്ന സമയത്തൊക്കെ ഇവർ ഒരുമിച്ച് നിന്നിട്ടാണ് ഈ കേരളക്കരയിൽ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അവരിൽപ്പെട്ട ഒരുപാട് വക്കീലന്മാർ ഇന്ന് പറയുന്നു, നമ്മുടെ പള്ളിക്കു വേണ്ടി നമ്മുടെ ആളുകൾ ദാനം ചെയ്ത ഭൂമിയിൽ ഇപ്പോൾ അത് സർക്കാർ പിടിച്ചെടുക്കുന്നതിനു വേണ്ടി ഒരു അവകാശവാദം ഉന്നയിക്കലാണ്
ഈ വഖഫ് നിയമത്തിന്റെ ഭേദഗതി എന്ന് പറഞ്ഞ് അവര് സമൂഹത്തെ മിസ്ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്നാൽ നേരാവണ്ണം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഏതെങ്കിലും തലയ്ക്കകത്ത് ആളുതാമസമുള്ള ആരെങ്കിലും ഈ കേരളക്കരയിലുണ്ടോ? നമുക്കറിയാം, ഈ പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് നമ്മുടെ വാപ്പാടെയും ഉപ്പാടെയും ഒക്കെ പൗരത്വം കാണിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളും പുറത്താകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവര് മുസ്ലിങ്ങളെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ബ്രെയിൻ വാഷിങ്ങിൽ നല്ലൊരു വിഭാഗം ആളുകൾ പെട്ടുപോകുകയും ചെയ്തു. ഈ മദ്രസ പൊട്ടന്മാരും പൊട്ടത്തികളുടെയും മിനിമം ബുദ്ധി അറിയാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോ മുത്തലാഖിന്റെ നിയമം വന്നു. ഒറ്റ തവണ ഏതെങ്കിലും ഒരു പുരുഷൻ അവരുടെ ഭാര്യമാരെ 3 തൊലാക്ക് ചൊല്ലി ഒഴിവാക്കി വിട്ടാൽ അവർക്ക് നോൺ ബെയിലബിൾ ഒഫൻസ്, അതായത് പോലീസിന് ജാമ്യം കൊടുക്കാൻ പറ്റില്ല, മജിസ്ട്രേറ്റിന് കൊടുക്കാൻ പറ്റും. ആ സമയത്ത് പിറ്റേ ദിവസം ഉണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വൻ ജനാവലി. എന്താ? അപ്പിക്കുപ്പായക്കാരെ കൊണ്ട് സ്റ്റാച്ചു നിറഞ്ഞു. എന്താ കാരണം? മുത്തലാഖ് നിയമം ഞങ്ങൾക്ക് പറ്റില്ല. എന്തിനാണ് ഈ നിയമമെന്ന് പോലും ചിന്തിക്കാനുള്ള തലച്ചോറ് ഇവർക്കില്ല. അപ്പോ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഏത് സാഹചര്യത്തിലും ഞങ്ങളെ തൊലാഖെന്ന് പറഞ്ഞ് ഒഴിവാക്കി പെട്ടിയും കുട്ടികളെയും എടുത്തു പെറുക്കി ഞങ്ങളെ അനാഥരാക്കാനുള്ള ഒരു നിയമം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവളുമാരി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് അറിയാം ഇത്? ഇത് തന്നെയായിരുന്നു CAA വിഷയത്തിലും, ഇത് തന്നെയാണ് ഈ വഖഫ് ബോർഡിന്റെ നിയമത്തിലും വരുന്നത്. ഇപ്പൊ വഖഫ് ബോർഡ് നിയമങ്ങള് നമുക്കറിയാം, ഈ രാജ്യത്ത് എല്ലാ നിയമങ്ങളും കോടതിക്ക് കീഴിലാണ്. വഖഫ് ബോർഡ് നിയമങ്ങളും കോടതിക്ക് കീഴിലായിക്കോട്ടെ. ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ അത് ഏത് രാജ്യത്തെയാണ്, ആ രാജ്യത്തിലെ കൃത്യമായിട്ടുള്ള റവന്യൂ നിയമങ്ങൾ പാലിച്ചിരിക്കണം എന്ന് പറയുന്നതിൽ ആരുടെ സ്വത്ത് തട്ടിയെടുക്കലാണ് ഇവിടെ ഉള്ളത്? വഖഫ് ബോർഡില് അതാത് പ്രദേശത്തെ ജനപ്രതിനിധികള്, അതുപോലെ മുസ്ലിം പിന്നോക്ക വിഭാഗത്തിലെ പ്രതിനിധിയും ഉണ്ടാകണം എന്ന ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ഇതാരെ ബാധിക്കുന്ന വിഷയമാണ്? ഏത് രൂപത്തിലാണ് ഏതെങ്കിലും ഒരു വ്യക്തി പള്ളിക്ക് നൽകുന്ന, വഖഫ് നൽകുന്ന, അള്ളാഹുവിന് വേണ്ടി വസിയത്ത് നൽകുന്ന ഒരു ഭൂമി സർക്കാർ പിടിച്ചെടുക്കുന്ന നിയമമാണ് എന്ന് ഏത് രൂപത്തിലാണ് ഇവര് പറയുന്നത്? ഇനിയും നമ്മുടെ രാമസിംഹൻജി പറഞ്ഞതിലേക്ക് തിരിച്ചു വന്നാൽ, ഇന്നല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് ഇൻക്വിലാബ് നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ ഒരു ഇസ്ലാമിക രാജ്യം സാധ്യമാകും. അത് സാധ്യമായേ തീരൂ. കാരണം അത് അള്ളാഹുവിന്റെ നിയമമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണത്. അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഖലീഫമാർ ഭരിക്കുന്ന ലോകമായിരിക്കണം ഇനി വരേണ്ടത്. അപ്പൊ ഖുർആൻ അനുസരിച്ച് ദുർനടപ്പുകാരുടെ എറിഞ്ഞു കൊല്ലുന്ന, കട്ടവന്റെ കൈമുറിക്കുന്ന അങ്ങനെ ഒരു നിയമം വരുന്ന, അള്ളാഹുവിന്റെ ഖുർആൻ ഭരണഘടനയായി വരുന്ന ഒരു മതരാഷ്ട്രം വരും എന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾ ഇതിനെ പിന്നെ എതിർക്കാതിരിക്കുവോ? സ്വാഭാവികമല്ലേ? 24 മണിക്കൂറും മതേതരത്വം പ്രസംഗിച്ച് നടക്കുന്ന ഇടതനും വലതനും എന്തിനാണ് 6-ാം നൂറ്റാണ്ടിന്റെ ശരീഅത്ത് നിയമങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് എന്നത് മാത്രമാണ് ഇന്ന് നമുക്ക് മനസ്സിലാകാത്ത ഒരു വസ്തുത. ഇന്ത്യൻ കോടതിക്കു മേലെ ഒരു പാരലായിട്ട്, അതല്ലെങ്കിൽ അതിനും മേലെ, പാരലൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണല്ലേ, വേണ്ട, അതിനും മേലെ, അതുക്കും മേലെ എന്ന് പറയുന്നത് പോലെ ഒരു ശരീഅത്ത് നിയമം വേണോ വേണ്ടേ എന്നതാണ് നമ്മുടെ നാടിന്റെ ഇടതു വലതു പക്ഷങ്ങൾ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഇസ്ലാമിക വിശ്വാസി വന്നിട്ട്, അതല്ലെങ്കിൽ ഒരു പള്ളി കമ്മിറ്റി പ്രസിഡന്റോ സെക്രട്ടറിയോ വന്നിട്ട് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചു വന്നിരുന്ന, നമ്മൾ പണം കൊടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ, പണം കൊടുത്തു വാങ്ങിയ ഭൂമി, ഇവിടെ 100 വർഷം മുമ്പേ പലായനം ചെയ്തു പോയ എന്റെ വാപ്പ ഉപ്പാപ്പമാരുടെ ആളുകളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്, അവരുടേതായിരുന്നു ഈ ഭൂമി എന്ന് പറഞ്ഞു വന്ന് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് അവകാശപ്പെട്ടാൽ ഈ നാട്ടിലെ ഒരു കോടതിക്കോ ഒരു നിയമങ്ങൾക്കോ അതിൽ ഇടപെടാൻ കഴിയില്ല എന്നതാണ് ഇന്ന് നിലനിൽക്കുന്ന നിയമം. ഈ ഭീകരമായ ഒരു നിയമത്തിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ, ഈ രാജ്യത്ത് നമുക്കും ജീവിക്കണം, അത്തരത്തിൽ ഒരു സുസ്ഥിരമായ ഒരു ബഹുസ്വരത നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തണം എന്നത് നമ്മുടെ നിർബന്ധമായ ബാധ്യതയാണ്. ഇപ്പൊ കോൺഗ്രസ് ഈ വിഷയത്തിൽ വഖഫ് വാദക്കാർക്കൊപ്പമാണോ നിൽക്കുന്നത്, അതോ സാധാരണക്കാർക്കൊപ്പമാണോ നിൽക്കുന്നത് എന്ന് സത്യസന്ധമായി
ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു അവസരമാണ് ഈ തുറന്നു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, ഹൈദരാബാദില് മാരിയറ്റ് എന്ന് പറയുന്ന ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ, സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഹോട്ടലിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വാർത്തകൾ നമുക്ക് കിട്ടും. ഈ ഹോട്ടല് വഖഫ് സ്വത്താണെന്ന് പറഞ്ഞ് ഒരുപറ്റം ആളുകൾ അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നു. അപ്പൊ മാരിയറ്റ് എന്ന് പറയുന്ന ഹോട്ടലിന്റെ ഉടമസ്ഥാവകാശം ഇപ്പോ അവകാശപ്പെട്ട് വഖഫ് ബോർഡ് ഹർജി നൽകുന്നു. തെലങ്കാന ഹൈക്കോടതി അത് റദ്ദ് ചെയ്യുന്നു. തെലങ്കാന ഹൈക്കോടതിയിലും വഖഫ് ബോർഡിനെതിരെ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയും വഖഫ് ബോർഡിന്റെ നടപടികള് അധികാര പരിധി കവിയുന്നു എന്ന് പരാമർശിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് വഖഫ് ബോർഡ് നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നു എന്ന രൂപത്തിൽ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഈ ഭേദഗതി ഒരു പരിഹാരമല്ല. ഈ ഭേദഗതി പലരെയും സുഖിപ്പിക്കാൻ, പലരുടെയും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു മരുന്ന് മാത്രമാണ്. ഇത് നിർത്തലാക്കുകയാണ് വേണ്ടത്. അതുപോലെ മുത്തലാഖ് നോൺ ബെയിലബിൾ ഒഫൻസ് ആക്കുകയല്ല വേണ്ടത്, അത് നിർത്തലാക്കുകയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട മന്ത്രി കിരൺ റിജു വഖഫ് വിഷയത്തില് ലോക്സഭയിൽ പറഞ്ഞ കാര്യം കേട്ട് നമ്മൾ എല്ലാവരും ഞെട്ടിത്തരിച്ചു. കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. 1400 വർഷം പഴക്കമുള്ള തമിഴ്നാട്ടിലെ ഒരു തിരുച്ചിറപ്പള്ളിയിലെ ഒരു ഗ്രാമം, ഒറ്റ മുസ്ലിം പോലുമില്ല, ഒറ്റ മദ്രസകളില്ല, ഒരു മസ്ജിദില്ല. നമുക്കറിയാം, ഒരു മുസ്ലിം ഒരിടത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ അവിടെ 2 പേരെ ആക്കാൻ നോക്കും. ഈ 2 പേര് 20 പേരാകും. അവിടെ ഒരു പള്ളി വരും, അവിടെ ഒരു മദ്രസ വരും, അവിടെ ഒരു വഖഫ് ബോർഡ് വരും, അവിടെ ഒരു മഹല്ല് കമ്മിറ്റി വരും. അത് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ മാത്രമല്ല, നമ്മള് ഇവരെ കുടിയേറിയ രാജ്യങ്ങളിൽ പോലും നമ്മൾ കണ്ടതാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ വരെ ഇവർ ഇതേ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ തമിഴ്നാട്ടിലെ ഒരു തിരുച്ചിറപ്പള്ളിയിലെ ഒരു ഗ്രാമം 1995 കൊണ്ടുവന്ന വഖഫ് നിയമം കാരണം വഖഫ് ഈ സ്വത്തുക്കള് ഒക്കെ സ്വന്തമാക്കിയിരിക്കുവാണ്. ഒരു ജനാധിപത്യ ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു നിയമം നമ്മൾ എങ്ങനെ വകവെച്ചു കൊടുക്കാൻ പറ്റും? ഇത് പറയുമ്പോ നമ്മളെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നു, നമ്മളെ ഭീകരവാദിയാക്കാൻ ശ്രമിക്കുന്നു, സംഘിയാക്കാൻ ശ്രമിക്കുന്നു. ഇത് ശ്രമിക്കുന്നു എന്ന് കരുതി അവരിനെയും നമുക്ക് അങ്ങനെ ഒരു ചാപ്പ കുത്തി എന്ന് കരുതി പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ആരെങ്കിലും ഒന്ന് തുറന്നു പറയണ്ടേ ഈ കൊള്ളക്കാരുടെ യഥാർത്ഥ നിറം. എന്റെ കുടുംബത്തില് ഒരു പള്ളി പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അതുവരെ പിച്ച പാത്രം എടുത്ത് നടന്ന ആളാ. പള്ളി പ്രസിഡന്റ് ആയിക്കഴിഞ്ഞപ്പോ 10 സെന്റ് സ്ഥലമാകുന്നു, വലിയ ഒരു വീടാകുന്നു, മക്കളെ കെട്ടിക്കുന്നു, കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരാകുന്നു. ഞങ്ങളൊക്കെ അത്ഭുതത്തോടു കൂടി ഈ കാഴ്ച കണ്ടു നിന്നു. കാരണം എന്താ? വഖഫ് ചെയ്യുന്ന സ്വത്തല്ലേ. ഇപ്പോ കഞ്ഞി കുടിക്കാനില്ലാതെ കിടക്കുന്ന ആൾക്കാരായിരിക്കും. എന്റെ ഉമ്മയ്ക്ക് ഒരു അനിയത്തിയുണ്ട്. മോനാണെങ്കിൽ ഭയങ്കര കടവും പേരി നടക്കുക. ആ ഇളയവനുണ്ട് ആർമിയിലാണ്, അവനുണ്ട് പള്ളിക്ക് ടൈലിട്ട് കൊടുക്കുന്നു. ആ പൈസ ഇവന് കൊടുത്തെങ്കിലും എന്റെ മക്കള് സുഖസുന്ദരമായിട്ട് ജീവിക്കും. പക്ഷെ അത് കൊടുക്കില്ല. അപ്പൊ പള്ളിക്കെന്ന് പറഞ്ഞാൽ അവരെ ഉടുതുണി ഉരിഞ്ഞ് വിറ്റിട്ടാണെങ്കിലും ശരി അവർ പള്ളിക്ക് കൊടുക്കും. കാരണം അവർക്ക് മതം വളർത്തിയേ പറ്റൂ. ഈ സാക്കിർ നായിക്കും എം അക്ബറും ഒക്കെ സാധാരണഗതിയിൽ മുസ്ലിം പുരോഹിതന്മാരായിരുന്നാല് അവർക്ക് ഇത്ര കണ്ട് പണം ഉണ്ടാക്കാൻ പറ്റുമോ? സാക്കിർ നായിക്ക് വെറും ഒരു ഡോക്ടർ ആയിരുന്നാൽ അയാൾക്ക് ഇത്ര അധികം പണം ഉണ്ടാക്കാൻ പറ്റുമോ? മുജാഹിദ് ബാലുശ്ശേരി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ഒരു പ്രസംഗം ഉണ്ട്. അയാൾ പറയാ, എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് എനിക്ക് 10 സെന്റ് ഭൂമി ഒരാൾ ഓഫർ ചെയ്തു, 5 കോടി രൂപയും. എന്തോ കണ്ടിട്ടാ? ഈ മതതീവ്രവാദം പ്രചരിപ്പിക്കാൻ കഴിയുന്നു. ഇങ്ങനെ വഖഫ് ബോർഡിന്റെ നിയമങ്ങളെ ഈ തീവ്രവാദികൾ പ്രോത്സാഹിപ്പിക്കാൻ കാരണം ഇന്നല്ലെങ്കിൽ നാളെ ചെങ്കൊടിയുടെ കീഴിൽ ഇൻഷാ അല്ലാഹ് ഇൻക്വിലാബ്, അള്ളാഹു വിചാരിച്ചാൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇതിനെ നഖശിഖാന്തം എതിർക്കുന്നത്. ഓക്കെ, ഭഗത്ജി എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? കാരണം അങ്ങ് കൂടുതൽ എഴുതുന്ന അതല്ലെങ്കിൽ വായിക്കുന്ന ചിന്തകളുടെ ആ ഒരു ലോകത്തുള്ള ഒരാൾ കൂടി ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അങ്ങക്ക് ഈ ഒരു വിഷയത്തിൽ അങ്ങയുടേതായിട്ടുള്ള വീക്ഷണം എങ്ങനെയാണ് വരുന്നത്? അൺമ്യൂട്ട് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടൊരു ലൈവ് പ്രോഗ്രാമിൽ വരികയാണ്. അതിൻ്റെതായ തെറ്റുകുറ്റങ്ങൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ വഖഫ് വിഷയം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തിരുച്ചിറപ്പള്ളിയിലുള്ള ആ ക്ഷേത്രം, ആ ഗ്രാമം, 5-6 ഗ്രാമങ്ങൾ ഒന്നിച്ചിട്ട് അല്ലെങ്കിൽ പഞ്ചായത്തുകൾ ഒന്നിച്ചിട്ട് വഖഫ് ബോർഡ്
ആ അവകാശം ഉന്നയിച്ചോട് ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ വഖഫിനെ കുറിച്ച് പഠിക്കാൻ മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് വഖഫ് എന്താണ് എന്നതിനെ കുറിച്ചൊരു ചെറിയ ചിന്ത എൻ്റെ മനസ്സിൽ വരും. സാധാരണ ഈ ചർച്ചകൾക്കുപരിയായിട്ട് നമ്മൾ ഈ വഖഫിനെ കുറിച്ച് ശരിക്കും ബോധം നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിൽ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികമായ ചില അധിനിവേശങ്ങൾ ചില ആൾക്കാർ കൈയടക്കാൻ വരുന്നു എന്നൊരവസ്ഥയിലേക്കാണ് ഈ വഖഫിന്റെ ഈ നിയമനിർമ്മാണങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളുണ്ടായ നിയമനിർമ്മാണങ്ങൾ ഒരു വിഭാഗത്തിന്റെ കൈകളിലേക്ക് സ്വത്തുക്കൾ മുഴുവൻ അല്ലെങ്കിൽ ഈ വഖഫിന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നു എന്ന ഒരു ഉൾക്കാഴ്ച നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞത്. വഖഫ് എന്നുകൊണ്ട് മനസ്സിലാക്കിയത് ഒരു അറബി ഭാഷയാണെങ്കിലും അതിൽ നിന്ന് എന്താണ് ഞാൻ മനസ്സിലാക്കിയെന്ന് ഉദ്ദേശിച്ചാൽ, സ്വയം സമർപ്പിതമായിട്ടുള്ള ചില വഴിപാടുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഈ പള്ളിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് 2023 ഇറക്കിയ നിയമത്തിന് വിപരീതമായിട്ട് 1995 ആ നിയമം മാറുന്നതോടുകൂടി സമർപ്പിത ബുദ്ധിക്ക് പകരം, ശാശ്വതമായ സമർപ്പണത്തിന് പകരം ഏത് വ്യക്തിയും സ്ഥിരമായ സമർപ്പണം എന്ന ഒരവസ്ഥയിലേക്ക് അത് മാറ്റി. ഏത് വ്യക്തിയെയും സ്ഥിരമായ സമർപ്പണത്തിലേക്ക് പോയി. ആ ഒരു ഭാഷയാണ് ശരിക്ക് എന്നെ മനസ്സിലേക്ക് ഭീതി പരത്തിയത്. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നിസ്കാരപ്പള്ളിയുണ്ട്. അവര് നാളെ എൻ്റെ ഭൂമിക്ക് അവകാശം ഉന്നയിക്കില്ല അല്ലേ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു. അത് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ സംവദിച്ചപ്പോൾ അവരെന്നെ പൊട്ടൻ എന്ന രൂപത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന രൂപത്തിലാണ്, നിങ്ങൾ വർഗീയവാദി ആയതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് എന്നാണ്. പക്ഷേ പിന്നീട് അങ്ങനെ ചരിത്രത്തിലേക്കും അല്ലെങ്കിൽ കേസിന്റെ പിന്നാലെയൊക്കെ നടക്കുന്ന ഈ വഖഫിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ നമ്മൾ ഇന്നാള് കല്യാണം കഴിഞ്ഞില്ല, നമ്മുടെ ജിയോന്റെ മുതലാളിയുടെയൊക്കെ വീട് പോലും വഖഫിന് അവകാശം ഉന്നയിച്ചു എന്ന് പറയുന്നത് ഈ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അതെ, അംബാനിയുടെ വീട് പോലും ഇവര് അവകാശം ഉന്നയിച്ചു. അപ്പോൾ വീണ്ടും ഞാൻ ചില വാർത്തകളും ഇതിനെ കൂടി പഠിച്ച സമയത്താണ് ഡൽഹിയിലെ സ്വത്തുക്കൾ മുഴുവൻ, ഡൽഹിയിലെ പല സ്ഥലങ്ങളും വഖഫിന്റെ കയ്യിലാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനോട് അവകാശം ഉന്നയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ പല മുസ്ലിം പണ്ഡിതന്മാരും വഖഫിന്റെ തങ്ങൾക്ക് അധികാരം കിട്ടിയ രൂപത്തിലാണ് അത് പറഞ്ഞ് പരത്തുന്നത്. ചില വീഡിയോകൾ കണ്ടാൽ നമുക്ക് ഭയങ്കരമായ ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. തീർച്ചയായും ഇസ്ലാമിക രാജ്യം വരുന്നതിന് മുമ്പേ ആയിട്ട് തന്നെ ഭാരതത്തില് ഏകദേശം 1,20,000 കോടിയോളം രൂപയുടെ ആസ്തി ഈ വഖഫിനുണ്ട് എന്ന് പറയുമ്പോൾ, ഇന്ത്യയുടെ റെയിൽവേ കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മറ്റ് 1-2 സ്ഥാപനങ്ങൾ കഴിഞ്ഞാൽ, പ്രതിരോധ വകുപ്പിന്റെ കയ്യിലുള്ള സ്വത്തുക്കളുടെ ആസ്തി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 3-ാം സ്ഥാനമാണ് നമ്മുടെ ഈ വഖഫിനുള്ളത് എന്ന് പറയുമ്പോൾ, അതിന്റെ ഈ വഖഫിന്റെ സാമ്പത്തികമായ ഒരു അടിത്തറ നമ്മൾ മനസ്സിലാക്കണം. റെയിൽവേ നോക്കൂ, 9.4 ലക്ഷം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന 8.7 ലക്ഷം സ്വത്തുക്കളാണ് വഖഫ് ബോർഡുകളുടെ നിയന്ത്രണത്തിനുള്ളിൽ എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും വഖഫ് ബോർഡുകൾ 32 വഖഫ് ബോർഡുകൾ ഈ ഭാരതത്തിലുണ്ട് എന്ന് പറയുന്നു. സത്യത്തില് കേരളത്തിലെ വഖഫ് ബോർഡിന്റെ ആ PDF ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അവരിപ്പോൾ തന്നെ ഓർഡർ ഇറക്കിയിട്ടുണ്ട് തോന്നുന്നു, നിങ്ങളുടെ സ്വത്ത് വകകളെ കുറിച്ച് സർക്കാരിന് സമർപ്പിക്കണമെന്ന രീതിയിൽ. അതാണ് ഞാൻ ആ PDF വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. എവിടെയാണ് ഈ ഭരണകർത്താക്കൾക്ക് പിഴച്ചതാണോ അതോ അവർ ഹിഡൻ അജണ്ട വെച്ചിട്ട് ആർക്കോ സപ്പോർട്ട് ചെയ്തതാണോ എന്ന് വരെയാണ് എൻ്റെ സംശയം മുന്നിലേക്ക് വരുന്നത്. ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി 1947 മുതൽ കോൺഗ്രസ് ഭരണകർത്താക്കൾ
പ്രത്യക്ഷവും പരോക്ഷവുമായ രീതിയിൽ വഖഫിനെ സപ്പോർട്ട് ചെയ്തതാണോ എന്ന് പോലും എന്റെ സംശയം ബലവത്താക്കണം. 2006, 2005 കാലഘട്ടമായപ്പോഴേക്കും സമ്പൂർണമായ ഒരു നിയന്ത്രണത്തില്, കോടതി പോലും ഇടപെടാൻ പറ്റാത്ത രീതിയിൽ, കോടതിയിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ പോയാൽ ചോദ്യം ചെയ്യപ്പെട്ടവൻ പുറത്താകുകയും അവകാശം ഉന്നയിച്ചവൻ അകത്താകുകയും, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് അല്ലെങ്കിൽ ഒരു വഖഫ് നിയമമാണ് ഇവിടെ കണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ നോക്കൂ, നമ്മളെല്ലാവരും ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. ഈ ജാമിദ ടീച്ചർ പറഞ്ഞ പോലെ, ജാമിദ ടീച്ചറുടെ വീടും രാമസിംഹൻ ബെഞ്ച് പറഞ്ഞ പോലെ രാമസിംഹൻ വീട്ടും സ്വത്തുവകകളും ബൈജുവിന്റെ ഈ യൂട്യൂബ് ചാനലും അല്ലെങ്കിൽ ചാനലും ഹരിയുടെ വീടും സ്വത്തുക്കളും അവരുടെ പാരമ്പര്യ സ്വത്തുക്കളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും നിന്ന് നമ്മൾ വഖഫിനെ കുറിച്ചിട്ട് സംസാരിക്കുകയും കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരു അവകാശമായി ഉന്നയിച്ചുകൊണ്ടതാ ഞങ്ങൾക്ക് വഖഫിനെ കുറിച്ച് സംസാരിച്ചു, അത് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിട്ടാണ് എന്ന രീതിയിൽ പ്രചരിച്ചിട്ട് അത് അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വത്തുക്കളും ഒക്കെ പോകുന്നൊരവസ്ഥയിലേക്ക്, അതായത് വഖഫിന്റെ കയ്യിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത്തരം മത സ്ഥാപനങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതാണ് എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ വിഷയം. ഇതൊരു സാമ്പത്തികമായ ഒരു കാര്യമാണ്. ഇതോടൊപ്പം അന്വേഷിച്ചപ്പോഴാണ് ബീഹാറിലെയും ഉത്തർപ്രദേശിലുമൊക്കെ പല ഇതിനോട് ബന്ധപ്പെട്ട കൺവീനർമാരുടെ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ജാമിദ ടീച്ചർ പറഞ്ഞ പോലെ വന്ന് മുത്തലേക്ക് വരുന്ന സമയത്ത് ഒന്നുമില്ലാത്ത ആൾക്കാർ വലിയ വലിയ കോടീശ്വരന്മാരാകുകയാണ്. ഇത് നമ്മൾ ഇന്ത്യ ടുഡേയുടെ ഒരു വലിയ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ബീഹാറിലെയും അത് സ്കാൻ ക്യാമ്പ് വെച്ചിട്ടാണ് അതിന് സംസാരിക്കുന്നത്. ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും ഇത്തരം മഹല്ല് കമ്മിറ്റികളോട് ബന്ധപ്പെട്ട പലരും ആ മഹല്ല് കമ്മിറ്റിക്ക് കിട്ടിയ ഇത്തരം സ്വത്തുക്കള് വിറ്റ് കാശാക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോ എല്ലാം സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ നാളെ ഈ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോഴാണ് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഒരു വിഭാഗം അപ്പുറത്ത് നിൽക്കുമ്പോൾ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ 2047 എന്ന ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ സമ്പത്തിനെ കൈയടക്കിയാൽ മതി എന്ന ഹിഡൻ അജണ്ട അല്ലെങ്കിൽ പ്രത്യക്ഷമായ ഒരു അജണ്ട അവർക്ക് മനസ്സിലാകും. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഈ ഹിഡൻ അജണ്ടയുള്ള ഈ വഖഫിന്റെ ഈ സ്വത്ത് വകകളോടുള്ള ഈ എന്താ പറയുന്ന അത്യായ ആഗ്രഹം നമുക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദുരന്തം. ക്ഷേത്രഭൂമികൾ മാത്രമല്ല, ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് പോലും അവരുടെ സ്വത്തിന് അവകാശമില്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന നിയമമാണ് ഈ വഖഫ് എന്നുള്ളത്. ഇതിനൊക്കെ എതിരായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പുതിയ നിയമം സർക്കാർ കൊണ്ടുവരുന്നത് എന്നുള്ളത് സൂചനകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിൽ പറയുന്നത് നിയമനിർമ്മാണത്തിന് ഇതിൻ്റെതായുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ അവകാശങ്ങൾ വേണം, അല്ലെങ്കിൽ അനുമതി വേണം. അതുപോലെ തന്നെ 5 വർഷമെങ്കിലും ഇസ്ലാം മതം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ആചരിച്ച ആൾക്കാർക്ക് മാത്രമാണ് ഇത്തരം സ്വത്തുവകകൾക്ക് അല്ലെങ്കിൽ ഈ കാര്യങ്ങള് ദാനം ചെയ്യാൻ അധികാരമുള്ളൂ എന്ന രീതിയിലുള്ള ഒരു അമെൻമെന്റും അതിൽ വരുന്നത്. ഈ ആർട്ടിക്കിൾ 40 വെച്ചിട്ട് സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകുന്നു. ഈ പുതിയ നിയമം ഈ മോദി സർക്കാർ 3.3 മോദി സർക്കാർ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കി അല്ലെങ്കിൽ വെച്ചിട്ടുള്ള ഈ എന്താ പറയാ ഈ വഖഫ് നിയമം എത്രയും പെട്ടെന്ന് സമൂഹത്തില് ഇതിന്റെ ഭീകരവശങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരം പ്രചരണം നടത്തിക്കൊണ്ട് ബോധവാന്മാരെപ്പാക്കിക്കൊണ്ട് ഈ വഖഫ് നിയമത്തിന്റെ ഭീകരവശങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സമൂഹത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രചോദനം നൽകുന്ന രീതിയിൽ, അവരെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. നമുക്കൊരിക്കലും ആയുധം കൊണ്ടോ പ്രത്യക്ഷമായ സമരം കൊണ്ടോ ഇത്തരം കാര്യങ്ങളെ നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതിലപ്പുറമുള്ള ഒരു സാമ്പത്തിക സ്രോതസ്, ഇതിനൊക്കെ വിലയ്ക്ക് വാങ്ങാൻ തക്ക രീതിയിലുള്ള ഒരു സാമ്പത്തിക സ്വഭാവം അപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഈ ഭീകരതയെ മനസ്സിലാക്കാതിരിക്കാൻ നമുക്ക് ഈ പരോക്ഷമായ ഒരു ജിഹാദിസം, വഖഫ് ജിഹാദിസം എന്ന് വേണമെങ്കിൽ ഞാനിതിനെ സൂചിപ്പിക്കുന്നു. വഖഫ് കൊണ്ട് ജിഹാദിസം നടത്താൻ ഈ നിയമം ഉപയോഗിക്കില്ലേ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്.
ഇനി ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ബൈജുലിൽ തന്നെ വിടും. ഓക്കെ, ഹരി പാലോട്ജി, എങ്ങനെയാണ് AICPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള ആ രീതിയിൽ തന്നെ നമുക്കറിയാം, ഇപ്പോ പ്രവീൺ തൊഗാഡിയയുടെ ഒരു സംഘടന, അത് ഹിന്ദു സംഘടനയായാലും ഇനി രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാലും അത്തരത്തിൽ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോ രാമജന്മഭൂമി ക്ഷേത്രം വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തൊഗാഡിയജിയുടെ ആ ഒരു വിരോധികാസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾക്കറിയാം. അപ്പൊ ആ ഒരു സംഘടനയുടെ അത്ര കണ്ട് കേരളത്തിലെ സമുന്നത നേതാവ് എന്നുള്ള രീതിയിൽ തന്നെ ഈ വഖഫ് ബോർഡ് വിഷയം എങ്ങനെയാണ് ആ ഒരു കാഴ്ചപ്പാട് വരുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഈ വഖഫ് ബോർഡ് എന്നുള്ള വിഷയം നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വെക്കുമ്പോൾ ഇത് കേൾക്കുന്ന സാമാന്യ മലയാളിക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാല് ബൈജുജി പറഞ്ഞ മാതിരി ഹിന്ദു സമൂഹത്തിന്, ഇത് നമുക്കെന്ത് ഈ വിഷയത്തിൽ കാര്യം എന്നുള്ള ചിന്തയായിരിക്കും സ്വാഭാവികമായിട്ടും വരുന്നത്. നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 40ഓളം ഭേദഗതികൾ വരുത്തിക്കൊണ്ടുള്ള ആ കരട് അവതരിപ്പിച്ച സമയത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ ബഹളം വെച്ചുകൊണ്ട് സംസാരിച്ച ആ വീഡിയോകൾ അല്ലെങ്കിൽ ആ വാർത്തകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിന് പകരമായിട്ട് അവർ ചലഞ്ച് ചെയ്യുന്നത് അയോധ്യയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടായിരുന്നു. അതിന് പകരമായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ചലഞ്ച് ചെയ്തത് നമ്മുടെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടായിരുന്നു. ഹിന്ദു ക്ഷേത്രങ്ങൾ, ഹിന്ദു ആരാധനാലയങ്ങൾ, ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള നിബന്ധനകൾ ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ വഖഫ് ബോർഡിൽ ഭേദഗതി കൊണ്ടുവന്ന മാതിരി ഇത്തരത്തിലുള്ള നിബന്ധനകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവുമോ, അല്ലെങ്കിൽ അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നൊരു ആവശ്യം ഉയർന്നാൽ എന്തായിരിക്കും നിലപാട്? ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പരാമർശങ്ങൾ. പക്ഷേ ഈ വഖഫ് ബോർഡിന്റെ ഈ ഇത്തരത്തിലുള്ള ശരിക്കിത് ദാനം ചെയ്യുന്ന, ദൈവത്തിന്റെ നാമത്തിൽ ദാനം ചെയ്യുന്ന സ്വത്ത് എന്ന് പറയുന്നു, ആ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമിതിയാണ് എന്ന് പറയുന്നു. ഇതൊക്കെ സാമാന്യ ജനങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് തികച്ചും ഇസ്ലാമിൻ്റെതായിട്ട് മാത്രമുള്ള ഒരു വിഷയം. ഈ ഇസ്ലാമിന്റെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സ്വന്തം സ്വത്തിനെ സംബന്ധിച്ചുള്ള വിഷയത്തിലേക്ക് ഒരു സർക്കാർ കൈകടത്തുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ഈ വിഷയം ഇത്ര കണ്ട് ചർച്ച ചെയ്ത് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നോക്കുന്നത് എന്തിനാണ്? അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് എന്തിനാണ്? ഈ ചർച്ച ചെയ്യുന്ന ഇപ്പോ രാമസിംഗം ജി ആയാലും ജാമിദ ടീച്ചർ ആയാലും നമ്മളെല്ലാവരും, ഇപ്പൊ ബൈജുഭായി ആയാലും നമ്മളെല്ലാവരും വർഗീയവാദികളാണ്, അല്ലെങ്കിൽ വർഗീയവാദത്തിന് കൂട്ടുനിൽക്കുന്നവരാണ് എന്നൊരു ചാപ്പ കുത്തുന്ന നിലയിലേക്ക് കൂടി കേരള സമൂഹം കാണും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ചർച്ച നടക്കുമ്പോൾ ഇവര് താരതമ്യം ചെയ്ത ഹിന്ദു ക്ഷേത്രങ്ങൾ, ആ ഹിന്ദു ക്ഷേത്രങ്ങളുടെ അവസ്ഥ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ബഹുഭൂരിപക്ഷം വരുന്ന നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ, ചില ക്ഷേത്രങ്ങൾ ട്രസ്റ്റിന്റെ നടത്തിപ്പിന്റെ ആ ഒരു രീതി കൊണ്ട് ദേവസ്വം ബോർഡിനെ കൈയടക്കാൻ സാധിക്കുന്നില്ല, പിടിച്ചെടുക്കാൻ, ശരിക്കുള്ള വാക്ക് പിടിച്ചെടുക്കാൻ എന്നാണ്, പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നതൊഴിച്ചാല് നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ ദേവസ്വം ബോർഡ് വഴി സർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. അതിനും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഇത്തരത്തിലൊരു വാദം നമ്മൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് പറയുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഈ നമ്മുടെ കലാകാലങ്ങളിലുള്ള ബഡ്ജറ്റിൽ ക്ഷേത്രങ്ങളുടെ പരിപാലനത്തിന് അല്ലെങ്കിൽ ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തുക വകയിരുത്താറുണ്ട്. ആ തുക വേണ്ടി വരുന്നോ, ദേവസ്വം ബോർഡിന് അത് ആവശ്യമായി വരുന്നു എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. ഇതിനെക്കുറിച്ച് ആരും അന്വേഷിക്കാറില്ല, ചർച്ച ചെയ്യാറില്ല. പക്ഷേ ഈ സർക്കാർ അതിനു വേണ്ടിയിട്ട് തുക വിലയിരുത്താറുണ്ട്, അതിന് തുക മാറ്റിവെക്കാറുണ്ട് ബഡ്ജറ്റുകളിൽ. അപ്പോൾ ക്ഷേത്ര നടത്തിപ്പ് സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ കഴിഞ്ഞ നാളുകളിൽ സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് ഒരു ഹർജി ഫയൽ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത മാധ്യമങ്ങളിലൂടെ വന്നു. എന്തായിരുന്നു ആ ഹർജിക്ക് ആധാരമായിട്ടുള്ള ബിന്ദു എന്ന് ചോദിച്ചാല്, ആ ഹർജിക്ക് ആധാരമായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് അനധികൃതമായിട്ട് 40 ലക്ഷം രൂപ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തുക എടുത്ത് ഡയാലിസിസ് സെന്റർ നടത്തുന്നതിന് വേണ്ടിയിട്ട് വകമാറ്റി ചെലവഴിച്ചു. ആ വിഷയം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ചോദ്യം ചെയ്യുകയും ആ പണം തിരിച്ചടയ്ക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ദേവസ്വം ബോർഡിനും സർക്കാരിനും കർശനമായിട്ട് നിർദ്ദേശം നൽകി.
ഹിന്ദുവിന്റെ ആരോഗ്യ, സാമൂഹ്യ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ ക്ഷേത്ര സ്വത്ത്, ക്ഷേത്ര ഭണ്ഡാരത്തിൽ വീഴുന്ന കാണിക്കത്തുക, ക്ഷേത്ര വരുമാനം മറ്റൊരു ആവശ്യത്തിനും ദേവസ്വം ബോർഡ് ചെലവഴിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശവും നൽകി. അതുപോലെ തന്നെ ശബരിമലയില് പത്മതീർത്ഥ കുള മാറ്റി സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ പരിശ്രമം, ഈ വിഷയത്തിലും ദേവസ്വം ബെഞ്ച് കൃത്യമായിട്ട് ഹൈക്കോടതി ഇടപെട്ടു. ഈ വിഷയങ്ങളിലുള്ള അതൃപ്തി കൊണ്ടായിരുന്നു സർക്കാർ ദേവസ്വം ബോർഡിലൂടെ കോടതിയെ സമീപിച്ചതും സുപ്രീം കോടതി അവിടെ നാട്ടിപ്പായിച്ച് തിരിച്ചുവിട്ടതും ഒക്കെ. ഇതെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വിഷയം ഇതിൽ സൂചിപ്പിക്കാൻ കാരണം, ഇത്തരത്തിൽ സാധാരണവൽക്കരിച്ചുകൊണ്ട് ഇത്തരം വഖഫ് സ്വത്തിന്റെ കാര്യത്തില്, അല്ലെങ്കിൽ ഈ മുസ്ലിം വിശ്വാസത്തിന്റെ വഖഫിന്റെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ കാര്യത്തിലേക്ക് അന്യമതസ്ഥർക്ക് എന്താണ് കാര്യം എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മുടെ ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്ത് അതിന്റെ സമ്പത്ത് യഥാവിധി നിയമാനുസരണം അല്ലാതെ തന്നെ എല്ലാ നിയമങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ട് സർക്കാർ ആ സമ്പത്തെടുത്ത് കൈകാര്യം ചെയ്യാൻ തയ്യാറാവുമ്പോൾ ഒരു സർക്കാർ സംവിധാനത്തിനും എത്തിപ്പെടാൻ സാധിക്കാത്ത മതവിശ്വാസ കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെയും ഭാരതത്തിലെയും മസ്ജിദുകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു മസ്ജിദിലേക്കും ഇത്തരത്തിൽ സർക്കാരിന് കൈകടത്തി ചെല്ലാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അവിടെ വരുന്ന സമ്പത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യാനും സാധിക്കില്ല. ഇനി നമുക്ക് വഖഫിലേക്ക് വരാം. എന്താണ് ഈ വഖഫ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ വരുന്ന ധനപരമായിട്ടുള്ള, സമ്പത്ത്പരമായിട്ടുള്ള അതിന്റെ അടിസ്ഥാനം? 7% വരുന്ന സ്വത്തുവകകളിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനമാണ് വഖഫിലേക്ക് അടയ്ക്കുന്നത് എന്ന് കണക്കുകൾ പറയുമ്പോൾ, ഈ വഖഫിന് സർക്കാർ കൊടുക്കുന്ന ഗ്രാന്റ് ഉണ്ട്. സോഷ്യൽ വെൽഫെയർ ഗ്രാന്റ് എന്നുള്ള നിലയ്ക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രാന്റ് എന്നുള്ള നിലയ്ക്കും സർക്കാർ അനുവദിക്കുന്ന കോടിക്കണക്കിന് രൂപയുണ്ട്. ആ കോടിക്കണക്കിന് രൂപ ഈ വഖഫിന് വരികയും ആ പണമെടുത്ത് ഇതിന്റെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന സാഹചര്യവുമുണ്ട്. ജീവനക്കാരെന്ന് പറയുമ്പോൾ ആരാണ്? 10 വർഷം സർവീസ് പൂർത്തിയാക്കിയ മുക്രി മുതല്, ഇമാമ് മുതല്, അവിടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മത ആചാര്യന്മാര്, മതപരമായിട്ടുള്ള ചടങ്ങുകൾ മാത്രം, അല്ലെങ്കിൽ ഒരുപക്ഷെ തീവ്രമായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള, പച്ച മലയാളത്തിൽ പറഞ്ഞാല് രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്തു നിൽക്കുന്ന, സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് സർക്കാർ, നമ്മുടെ ഇവിടുത്തെ സാധാരണ പൊതുജനം വിയർത്ത് അടയ്ക്കുന്ന, കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ വിഹിതം നികുതിയായിട്ട് അടയ്ക്കുന്ന ആ പണത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് വഖഫിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുകയും ആ ശമ്പള തുക കൈപ്പറ്റിക്കൊണ്ട് ഈ രാജ്യത്തിലെ സാധാരണ പൗരന്റെ സ്വത്ത് അപഹരിക്കുവാൻ വേണ്ടിയിട്ട് 2013 UPI സർക്കാരിന്റെ നിയമമുണ്ടെന്ന് പറഞ്ഞ് ഏത് അർദ്ധരാത്രിയും കടന്നു വരുമെന്ന് പ്രഖ്യാപിക്കുകയും, അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് ഈ ഇത്തരത്തിൽ പുതിയൊരു നിയമ ഭേദഗതി വരുമ്പോൾ ദേവസ്വം ബോർഡിലേക്ക് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭേദഗതി വരുത്താൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇതിവിടുത്തെ സാധാരണ ദേശീയ ജനതയെ നോക്കിയിട്ട് പുലഭ്യം പറയുന്നതിന് തുല്യമായിട്ട് നികൃഷ്ടമായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. ഇതിനെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മുടെ ജാമിദ ടീച്ചർ സൂചിപ്പിച്ച അതേ പോയിന്റിലേക്ക് തന്നെയാണ്. നിയമ ഭേദഗതി അല്ല ഈ വിഷയത്തിന് അനിവാര്യമായിട്ടുള്ള ഘടകം. ഈ വഖഫ് എന്ന് പറയുന്ന ആ സംവിധാനത്തെ നിരോധിക്കലാണ്. ഈ വഖഫ് എന്ന് പറയുന്ന സംവിധാനം ഈ നാടിനാപത്താണ്, ഈ രാജ്യത്തിനാപത്താണ്. അതുകൊണ്ട് തന്നെ ഈ വഖഫ് എന്ന് പറയുന്ന സംവിധാനം ഈ നാടിന് ആവശ്യമില്ല. ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ആരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിൽ ഇതിനെ മൃദു സമീപനം സ്വീകരിക്കേണ്ടി വരുന്നത്? ആ സമീപനം തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഈ രാജ്യത്തിന് വലിയ വിപത്തായിട്ട് മാറും. അതുകൊണ്ട് ഈ വഖഫ് എന്ന് പറയുന്ന സംവിധാനം ഈ നാടിന് ദോഷമാണ്. ഈ നാടിൽ നിന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ യാതൊരുവിധ സങ്കോചവുമില്ലാതെ നല്ല കരുത്തുറ്റ തീരുമാനമായിട്ട് ആ വഖഫിനെ നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവുണ്ടായാല്, ഒരു കേന്ദ്ര സർക്കാരിന്റെ നിലപാടുണ്ടായാല് സ്വാഭാവികമായിട്ടും വരും തലമുറയ്ക്ക് സ്വസ്ഥമായിട്ട് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. നന്ദി. രാമസിംഹജി, നമ്മൾക്കറിയാം ഇപ്പൊ ഒട്ടേറെ വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ വീഡിയോസിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെയും ഭൂമി പോലും ഇവർ പിടിച്ചെടുക്കും ഇവർ എന്നുള്ള കഥകൾ. പക്ഷെ അതിനെ എത്രത്തോളം ആ ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാണാം. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ കാക്ക എന്ന് പറയുന്ന വിഭാഗം, അതൊരു പക്ഷിയാണെങ്കിൽ പോലും ഈ കാക്കയുടെ സ്വഭാവം ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ ആ സ്വഭാവം തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾക്കറിയാം. അത്തരത്തിൽ ഇവരുടെ ഭൂമി പിടിച്ചെടുക്കുമോ അതോ ഹിന്ദുവിന്റെയും
ക്രിസ്ത്യാനിയുടെ ഭൂമി മാത്രമാണ് പിടിച്ചെടുക്കുക. ഈ നിയമത്തിൽ ഈ മുസ്ലിമിന്റെ ഭൂമി വേണമെങ്കിലും പിടിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഭീഷണി നേരിടുന്നത് സത്യത്തിൽ ഈ രണ്ട് സമൂഹം തന്നെയല്ലേ? എങ്ങനെയാണ് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്? അതിലിപ്പോ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് കാര്യമില്ല. കാരണം ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഗുരുവായൂർ അമ്പലം എടുക്കുക. ഗുരുവായൂർ അമ്പലം ആ മതിന്റെ ചുറ്റും ഗുരുവായൂരിലെ അമ്പലത്തിന്റെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് സംശയം. കാരണം അവിടുത്തെ ബിസിനസ് മുഴുവനും മുസ്ലിംസിൻ്റെതാണ്. അമ്പലം മാത്രമേ ഉള്ളൂ ഹിന്ദുവിന്. അതേപോലെ തൃശ്ശൂര് തൃശ്ശൂർ ആ ക്ഷേത്രത്തിന്റെ ഭൂമി ആ ക്ഷേത്രത്തിനുണ്ടോ? അപ്പൊ ആ ക്ഷേത്രത്തിന്റെ ഭൂമിയൊക്കെ നാട്ടുകാർ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ കൂടുതൽ കൊണ്ടുപോയത് ആരാന്ന് ചോദിച്ചാൽ അത് നമുക്കറിയാം. ഇപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. ഇപ്പം കുത്തുബ് മിനാറിലാണ് ഞാൻ കാണാൻ പോയപ്പോ, കുത്തുബ് മിനാറിൽ മദ്രസ എന്ന് പറഞ്ഞിട്ട് എന്നെ ഗൈഡ് കാണിച്ചിരുന്നു. ഇതാണ് മദ്രസ. മദ്രസ എന്താണ്? അമ്പലത്തിൽ നിന്ന് പൊളിച്ചു കൊണ്ടുവന്ന തൂണുകൾ അങ്ങനെ തന്നെ നിരത്തി വെച്ചിട്ടുണ്ടാക്കിയ, അവിടെ ദേവീ ദേവന്മാരുടെ മുഖമൊക്കെ ഇടിച്ച് ചതച്ച് ഇല്ലാണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ ഹിന്ദുവിന്റെ ക്ഷേത്രഭൂമി, ഉദാഹരണമായിട്ട് ജാൻവാപ്പി എടുക്കുക. ഈ ലോകത്തുള്ള ഏത് മണ്ഡം നോക്കിയാലും അത് ക്ഷേത്രഭൂമിയാണെന്ന് അറിയാൻ പറ്റും. അത് ക്ഷേത്രഭൂമിയാണ്. പക്ഷെ ആ ക്ഷേത്രഭൂമി ക്ഷേത്രത്തിന് അവകാശം പറയാൻ പറ്റില്ല. അത് വഖഫ് ബോർഡിന്റെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു തെളിവും വേണ്ട. സാധാരണ ഒരു കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്കറിയാം ജാൻവാപ്പി നിൽക്കുന്നത് ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ കൊണ്ടുപോയി കൊട വെച്ചതാണെന്നുള്ളത് എല്ലാ മനുഷ്യർക്കും വ്യക്തമാവും. അങ്ങനെ ഭാരതത്തിന്റെ പൈതൃകമായ ക്ഷേത്രങ്ങളുടെ ഭൂമിയൊക്കെ ഇപ്പൊ പലതും എന്തിനാ? താജ്മഹൽ എന്താണ്? താജ്മഹൽ ആരുടെ കീഴിലാണ്? താജ്മഹലിന്റെ വരുമാനം എങ്ങോട്ടാ പോകുന്നത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതായത് പഴയ ഹിന്ദുവിൻ്റെതായിട്ടുള്ള സകലത് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ നളന്ദയൊക്കെ ചെന്ന് നോക്കൂ, നമുക്ക് സങ്കടം തോന്നും. നളന്ദയൊക്കെ സ്ഥിതി ഇതെല്ലാം അന്യാധീനപ്പെട്ടു പോയി. ഹിന്ദുവിൻ്റെതായിട്ടുള്ള എല്ലാ അന്യാധീനപ്പെട്ടു പോയിട്ടും ഒരു സർക്കാരിനും യാതൊരു വേദനയും തോന്നിയിട്ടില്ല. ഇപ്പം അടുത്ത കാലത്താണ് മലപ്പുറത്ത് ഒരു അമ്പലം പെട്ടെന്ന് വഖഫിൻ്റെതായത്. ഇപ്പൊ അത് ഹൈക്കോടതി കിടക്കുകയാണ് കേസ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിത്യപൂജ നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രം ഒരു സുപ്രഭാതത്തില് ഇല്ലാണ്ടായി പോവുക. ഇപ്പൊ നമ്മുടെ തളിയമ്പലത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം. ആ അമ്പലത്തിന്റെ സ്വത്തുക്കളൊക്കെ എവിടെ പോയി? ഇപ്പൊ ബൈജു നിലമ്പൂരാണല്ലോ. ഈ നിലമ്പൂർ പ്രദേശം മുഴുവൻ ഒരു ക്ഷേത്രത്തിന്റെയാണ്. ആ ക്ഷേത്രത്തിന്റെ അവകാശമായിരുന്നു കോവിലകം അടക്കം. ഇന്ന് ആ ക്ഷേത്രത്തിന്റെ എത്ര സ്വത്തുണ്ട്? വേട്ടേക്കാരൻ ക്ഷേത്രത്തിന്റെ കീഴിലാണ്. അതടക്കം അക്ഷയ ക്ഷേത്രത്തിന്റെ ഇപ്പൊ ഭൂമി ഉണ്ടോ? ഇല്ല. ഇനി ഞാൻ ഇവിടുന്ന് പോവാ, ടീച്ചർക്ക് വേണമെന്ന് പോയി നോക്കുന്നത് ഭയങ്കര രസമുള്ള സംഭവമാണ്. ഒടുങ്ങാങ്കാട് പള്ളി അറിയാലോ? ചുരം കയറുന്നതിന് മുന്നേ ഇടതുവശത്തുള്ള പഴയ ഒരു ഓടിട്ട പള്ളിയായിരുന്നു. ഇന്ന് ആ പള്ളി കോൺക്രീറ്റ് ചെയ്ത് പൊന്തിച്ചിട്ടുണ്ട്. മെയിൻ റോഡിന്റെ താഴട്ട റോഡിൽ നിന്ന് ഒരടി മാറിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ പള്ളിയുടെ മേലെ നിന്ന് ഒരു തൂക്കട്ട പിടിച്ചാൽ അത് റോഡിലായിരിക്കും നിൽക്കുന്നത്. ഇതെങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നു? അതേപോലെ അടിവാരം എടുക്കുക. അടിവാരത്ത് ഞാനിങ്ങനെ ചായ കുടിക്കുമ്പോൾ നോക്കും, അടിവാരത്തൊരു പള്ളി നിൽക്കുന്നത് പൊതു തോടിന്റെ മുകളിലാണ്. ആ പള്ളിയുടെ ഫ്രണ്ടേജ്, അടിവാരത്തെ പ്രധാനപ്പെട്ട പള്ളിയുടെ ഫ്രണ്ടേജ്, അവിടെ ഈ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം പോകുന്ന മറ്റേ പുഴയുടെ മേലെ കോൺക്രീറ്റ് ചെയ്ത് പള്ളിയുടെ ആക്കി വെച്ചിരിക്കുക. ആരും ചോദിക്കില്ല. കാരണം ഇസ്ലാമിന് കിട്ടുന്ന, മുസ്ലിമിന് കിട്ടുന്ന അവകാശം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അവകാശം. ഈ രാജ്യത്ത് നിയമം അവന് ബാധകമല്ല. എന്തിനാ പറയുന്നത്? ഇപ്പൊ നോളജ് സിറ്റി എടുക്കുക. ഈ നോളജ് സിറ്റിക്ക് എന്ത് അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത്? ആകെ കൂടി ഉള്ളത് എന്താണ്? സമസ്തയുടെ മുതലാളിയുടെ സ്ഥാപനമാണ്. മക്ബറയാണ് നാളെ വരാൻ പോകുന്ന മക്ബറ. അത് സർക്കാർ ഭൂമിയാണ് ഇല്ലേ? പാട്ടത്തിന്റെ അടുത്ത് സർക്കാർ ഭൂമി കയ്യേറിയിട്ടാണ്, ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയിട്ടാണ് ഒരു നോളജ് സിറ്റി എന്ന് പറഞ്ഞ് ഒരു ബ്രഹ്മാണ്ടം അവിടെ ഉണ്ടാവുന്നു. ഏതെങ്കിലും നിയമം അത് ശരിയല്ല, അതായത് അപ്രൂവൽ ഇല്ലാത്ത സ്ഥലം, ഭൂമി സർക്കാരിൻ്റെത്, പാട്ടഭൂമി, ആ പാട്ടഭൂമിയിലാണ് ഇത് സ്ഥാപിച്ചത്.
ആരെങ്കിലും എന്തിനു വന്നു ഇവിടുത്തെ BJP-ക്കാർ പോയി കൊടി പിടിച്ചോ? ആരും പോയില്ലല്ലോ. കോൺഗ്രസ്സുകാർ പോയോ? കമ്മ്യൂണിസ്റ്റുകാർ പോയോ? അത് നടക്കുകയല്ല അവിടെ. ഒന്ന് ആളെ പറയാണ് നോളജ് സിറ്റി വഖഫിന്റേതായി അല്ലേ? നാളെ വഖഫിന്റേതാണ്. നോളജ് സിറ്റിക്ക് ചുറ്റുമുള്ളതും നാളെ മറ്റന്നാൾ പറയും അതും വഖഫിന്റേതാണ്. ഇങ്ങനെ നമുക്ക് അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ, ക്രിസ്ത്യാനികൾക്ക് പോലും പറ്റൂല. ഇങ്ങനെ പിടിച്ചെടുക്കാൻ അത് മുസ്ലിങ്ങൾക്ക് പറ്റുള്ളൂ. കാരണം മുസ്ലിം പിടിച്ചാൽ പിടിച്ചതാണ്, അവിടെ പിന്നെ ചോദ്യമൊന്നുമില്ല, അത് ഞങ്ങളതാ, ഞമ്മൻ്റെത് എന്ന് പറയാൻ ഞമ്മൻ്റെതാ. അത് ഗ്യാൻ ബാപ്പിയാണെങ്കിൽ ശരി. ഇപ്പൊ നാളെ ഇപ്പൊ എന്താ ശബരിമല നാളെ അയ്യപ്പൻ താഴെയും ബാബരി മേലെയും വരും, സംശയിക്കണ്ട. എല്ലാവർക്കും അറിയാം അയ്യപ്പൻ നാളെ ബാബരുടെ ശിഷ്യനായിട്ട് ബാബര് ഇപ്പൊ ഞാൻ അടുത്ത കാലം ഞാൻ നോക്കിയതാ, നമ്മൾ നാളെ ചർച്ച ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ബാബരുടെ കഥ മാറി. ബാബര് തോറ്റിട്ടില്ല. ബാബര് അയ്യപ്പനോട് പിടിച്ചു നിന്ന് അയ്യപ്പൻ വരണ്ടു പോയി നടത്തുന്നത്. അങ്ങനെയാണ് ബാബരുമായിട്ട് കൂട്ടുകൂടിയത്. പുതിയ കഥകൾ വരിക. ടീച്ചർ കണ്ടിരുന്നോ, വായിച്ചിരുന്നോ? ഇപ്പൊ ഇങ്ങനെയാണ് കഥ വരുന്നത്. അപ്പൊ നാളെ അയ്യപ്പൻ താഴെയും ബാബരി മേലെയാവും. അപ്പൊ ഇപ്പൊ ബാബര ഭൂമി വഖഫിന്റെ അല്ലേ വൈദ്യുവേ? ആണോ? തീർച്ചയായിട്ടും ആണല്ലോ. ശബരിമല നാളെ പണിയാണ് ഇത് വഖഫിന്റെ ആണെന്ന് പറഞ്ഞാൽ അയ്യപ്പനെ വഖഫ് കൊണ്ടുപോകും. ഇവിടുത്തെ ഹിന്ദുക്കൾ ഗോവിന്ദ എന്ന് പറഞ്ഞിരിക്കുള്ളൂ. മാത്രമല്ല സർ, റൈറ്റ് ഉണ്ട് വഖഫിന്, അതിന്റെ റൈറ്റ് ഉണ്ട്. കാരണം അത് സുപ്രീം കോടതി ഇപ്പോഴും ഇവിടുത്തെ മണ്ടന്മാരായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും 90% പേർക്കും അറിയില്ല വഖഫിന്റെ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ കോടതി പോകാൻ പറ്റില്ല എന്നുള്ളത്. ആ നിയമം ഇപ്പോഴും മണ്ടന്മാർക്ക് അറിയില്ല, നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. എല്ലാവരും കാരണം എന്റെ ഭൂമി പിടിച്ചെടുത്താൽ എനിക്ക് കോടതി പോയിക്കൊള്ളുന്നത്. ഒരു സിവിൽ കോടതിയും പോകാൻ പറ്റൂല, വഖഫിന്റെ അടുത്ത് പോകണം. അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ കാരണം നമുക്ക് അതിന്റെ മെയിൻ പോർഷനിൽ നിൽക്കുന്ന അധികാരി ഒരു മദ്രസ പൊട്ടനാണല്ലോ. അതെ, അതാണ്. അപ്പൊ അവിടെ നിൽക്കുമ്പം ഈ ഭീകരവാദികളാണ് അത് ഭരിക്കുന്നത് നമുക്കൊക്കെ അറിയാം. സുഡാപ്പികളാണ് ഭരിക്കുന്നത് അറിയാം. ഈ സുഡാപ്പികൾ ജനങ്ങൾക്ക് ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ അനുകൂലമായിട്ട് സംസാരിക്കുമോ? അതുകൊണ്ടാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് അതില് മുസ്ലിങ്ങൾ മാത്രം പോരാ എന്ന് പറയുന്നത്. കാരണം ഈ അവകാശ വാദം വരുന്നത് മുഴുവൻ ഹിന്ദുവിന്റെയും ഈ ക്രിസ്ത്യാനിയുടെയും ഭൂമിക്കാണ്. മറ്റതിനി പിടിച്ചെടുത്ത അള്ളാഹ് കൊടുത്തല്ലേ, സ്വർഗത്തില് കൂലി കിട്ടല്ലോ എന്ന് വിചാരിച്ച് സമാധിക്കാം മുസ്ലിങ്ങൾ പിടിച്ചെടുത്താലും. കാരണം അവർക്ക് അതിന് വേദന ഉണ്ടാവില്ല. ഇപ്പുറത്ത് കൊടുത്തിട്ട് അപ്പുറത്ത് അവർക്ക് വേറെ കൊടുക്കാനും അവർക്ക് കഴിവുണ്ട്. അപ്പൊ ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള അവരുടെ എന്താണ് മുന്നേറ്റം, വൈശ്യ സ്വഭാവം ഹിന്ദുവിനില്ല, ക്രിസ്ത്യാനിക്കും പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ക്രിസ്ത്യാനിക്കും ഇല്ല. ഇപ്പൊ ക്രിസ്ത്യാനികൾ വൈശ്യരല്ല, താഴോട്ട് പോയി സാമ്പത്തികമായിട്ട്. അവരുടെ കുടുംബങ്ങൾ ഇല്ലാതായി, എണ്ണമില്ലാതായി. അപ്പൊ ഇത്രയും ശക്തമായിട്ട് ഇപ്പം ഒന്നാലോചിച്ച് നോക്കൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ ഒരു ഏകീകൃത സിവിൽ കോഡ് നടക്കില്ല. ആദ്യം ചാടി വീഴുന്നത് ഇവരാണ്. ഏകീകൃത പറ്റില്ല. ഇപ്പൊ നമ്മുടെ പൗരത്വ നിയമം പറ്റില്ല. ഇവിടെ എന്തൊരു സമരമായിരുന്നു ഇവിടെ അല്ലേ? പൗരത്വ നിയമത്തിന്റെ അകത്തുള്ളത് ആരെങ്കിലും പറഞ്ഞു എന്താണ് അതിന്റെ നിയമം എന്ന് ആർക്കും ചോദിച്ചാൽ, നേരത്തെ ടീച്ചർ പറഞ്ഞ ഇത് ഇവിടുത്തെ കംപ്ലീറ്റ് മുസ്ലിങ്ങളെ അടിച്ചോടിക്കാനുള്ള നിയമമാണ് എന്നുള്ള രീതിയിലാണ് ഈ പ്രചരിപ്പിക്കുന്ന ആരാണ്? അക്സർ കമ്മ്യൂണിസ്റ്റുകാർ, കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാര്, കമ്മ്യൂണിസ്റ്റ് സാംസ്കാരിക നായകന്മാര്. ഇവരാണ് ഈ കഥകളൊക്കെ സൃഷ്ടിക്കുന്നത്. അവരാണ് ചർച്ചയിൽ വന്നിട്ട് ഇങ്ങനെ എന്താണ് ചർമ്മിക തറവോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്ലാമിനെതിരാണ്, മുസ്ലിങ്ങളെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമമാണ്, RSS അജണ്ടയാണ്. എന്ത് പറഞ്ഞാൽ ഇപ്പൊ കിട്ടുന്നത് RSSന്റെ അജണ്ടയാണ്. ഇത് RSSന്റെ അജണ്ടയാണോ? ദേശത്തിന്റെ ഒരു അജണ്ട ഇല്ലേ? ദേശത്തിന് ഒരു റൈറ്റ് ഇല്ലേ? അതായത് ഇന്ത്യയിലെ നമ്മുടെ കോടതിക്ക് മുകളിൽ ഒരു മത കോടതി ഉണ്ടായാലുള്ള അവസ്ഥ എന്താണ് സത്യത്തിൽ? നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്ന രീതിയിൽ ആ നിയമവ്യവസ്ഥയ്ക്ക് മുകളിൽ വേറൊരു നിയമവ്യവസ്ഥ ഉണ്ടാകുമ്പോൾ ഭരണഘടന തോറ്റുപോവുകയാണ്. അങ്ങനെ വരുമ്പോൾ വഖഫ് ബോർഡ് ഭരണഘടനാ വിരുദ്ധമാണ്. ആ രീതിയിൽ വേണം വഖഫ് ബോർഡിനെ വിലയിരുത്താൻ.
ഇപ്പം ഖുർആൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങനെയല്ലേ ടീച്ചറെ? ഖുർആനിലെ ആയത്തുകൾ ഭരണഘടനാ വിരുദ്ധമാണ്. കോടതി എനിക്ക് തോന്നുന്നു ഒരു കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട്. പല വാക്കുകളും നമ്മുടെ ഭരണഘടനയിലുള്ള ജനാധിപത്യ വ്യവസ്ഥയിലുള്ള സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്ന രീതിയിലാണ് ഇസ്ലാമിക വീക്ഷണമുള്ളത്. പക്ഷെ കോടതി പോയ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇപ്പൊ ഇവിടെ ഒരാൾ കൊടുത്തു ഒരു ബാങ്ക് അയാൾക്ക്, ഇപ്പൊ എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഹാർട്ട് പേഷ്യന്റാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ഉറങ്ങുന്നത്. അദ്ദേഹത്തിന് തൊട്ടടുത്താണ് പള്ളി. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് കോളാമ്പി വെച്ചിരിക്കുന്നത്. ഈ 5:30 മണിയാകുമ്പോൾ ഈ മനുഷ്യനൊന്ന് ഉറങ്ങി വരുമ്പോഴാണ് ഈ ബഹളം വെക്കുന്നത്. ചിലപ്പോൾ 4:30 മുതൽ തുടങ്ങും, ചിലപ്പോൾ 5 മണിക്ക് 5:30. ആ മനുഷ്യൻ കോടതി പോയി നോക്കി, കോടതി ഓടിച്ചു വിട്ടു. നിങ്ങൾ ചെവിയില് വഞ്ഞിരിക്കണം പറഞ്ഞു. അപ്പൊ മതങ്ങൾക്ക് കീഴടങ്ങുന്ന ഒരു ഭരണകൂടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ജനാധിപത്യം ഉണ്ടാവുന്നത്? ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് പപ്പു, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഇന്ത്യയുടെ ഹെഡ് ഓഫീസ് ആരാണ്? അദ്ദേഹം ഏത് പക്ഷക്കാരനാണ്? അദ്ദേഹം ഏത് പക്ഷത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്? ഈ ഇന്ത്യ മുന്നണി ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? പലപ്പോഴും ഒരു പാകിസ്ഥാനികളാണോ എന്നുള്ളൊരു തോന്നൽ നമുക്കൊക്കെ ഉണ്ടാവും. ആ രീതിയാണ് രാജ്യത്തിന് വിരുദ്ധമായിട്ട്, രാജ്യത്തിന് എതിരായിട്ട് സംസാരിക്കുന്നവരായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഈ പ്രതിപക്ഷം മൊത്തം മാറിക്കഴിഞ്ഞാൽ ഒരു സാമാന്യ യുക്തി കൊണ്ട് ചിന്തിക്കാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു പ്രശ്നമാണ് വഖഫ് ബോർഡിന്റെ പ്രശ്നം. സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഇന്ത്യയിലെ ഏത് പൗരനും മനസ്സിലാക്കാവുന്ന വിഷയമാണ് വഖഫ് ബോർഡിന്റെ പ്രശ്നം. വഖഫ് ബോർഡിന് കോടതികളെക്കാൾ കൂടുതൽ അധികാരം കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാറ്റണം എന്നല്ലേ പറയുന്നുള്ളൂ നമ്മള്. അങ്ങനെ നമ്മുടെ സിവിൽ കോടതിക്കും ക്രിമിനൽ കോടതിക്കും മുകളിലായിട്ട് ഒരു അവകാശവും ഒരു ക്ഷേത്രത്തിനാണെങ്കിലും ശരി, ഒരു പള്ളിക്കാണെങ്കിലും ശരി ഉണ്ടാവാൻ പാടില്ല. ആ ഒരു തത്വത്തിൽ നിന്നുകൊണ്ട് വേണം. ഇപ്പൊ നമ്മൾ നാളെ ഇത് പറഞ്ഞവരെ വഖഫ് ബോർഡ് പിരിച്ചു വിടണം. അതേപോലെ ഇത് പിടിച്ചു ഒരു ബോർഡ്, വഖഫ് ബോർഡ് സ്വതന്ത്രമാണെങ്കിൽ പിന്നെ ഇതിനെ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ രേഖയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹിന്ദു ധർമ്മശാസ്ത്രങ്ങൾ പഠിപ്പിക്കണം. ഏതെങ്കിലും പാഠശാല നടത്തുന്നുണ്ടോ? ഏതെങ്കിലും നമ്പൂരിക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ? പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഹിന്ദുവിന്റെ ഏതെങ്കിലും ട്രസ്റ്റ് സഹായിക്കുന്നുണ്ടോ സർക്കാർ? ശബരിമലയ്ക്ക് എന്ത് സഹായം ചെയ്യുന്നു നമുക്കറിയാലോ. ഇപ്പൊ ഹജ്ജിന് പോകുമ്പോൾ AC റൂമുണ്ട് വിശ്രമിക്കാൻ. എയർപോർട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ AC റൂമിൽ വിശ്രമിച്ച് AC വണ്ടിയിലെടുത്ത് മന്ത്രിമാർ താങ്ങിക്കൊണ്ടുപോയി സലാം പറഞ്ഞ് സലാം അലൈക്കും ഹജ്ജ് നന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞ് കയറ്റി വിടാറുണ്ട്. അതേസമയത്ത് ശബരിമലയിൽ എത്തുമ്പോഴോ ഒരു ഹിന്ദു വരുമ്പോ ആ ചെറിയ KSRTC ബസ്സിൽ ഇടിച്ചു തൂക്കി നിന്ന് പോകാൻ വേണ്ടി എത്ര രൂപയാണ് കൊള്ളയടിക്കുന്നത്? ശബരിമലയിലെ സ്ഥാപനങ്ങൾ നടത്താൻ ആരാണ് ലേലം വിളിച്ചെടുക്കുന്നത്? അവിടെ ഒരു നിയമം വെക്കണ്ടേ? അത് പുണ്യപൂങ്കാവനമാണ്, മതേതരത്തൊക്കെ ഓക്കെ. പക്ഷെ അവിടെ കച്ചവടം ചെയ്യുന്നതിന് ചില മര്യാദകൾ വേണ്ടേ? അത് പാലിക്കാറുണ്ടോ? ഇല്ലല്ലോ, ഒന്നും പാലിക്കാറില്ല. ശബരിയുടെ വിലയിൽ വേണമെങ്കിൽ സിഗരറ്റ് കിട്ടും, കഞ്ചാവും കിട്ടും, മദ്യവും വേണമെങ്കിൽ കിട്ടും. അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് അതേ സമയത്ത് നമുക്ക് മറുവശത്തേക്ക് നോക്കിയാൽ അവരുടെ കാര്യങ്ങളിൽ ഒരാൾക്ക് ഇടപെടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഇപ്പം ഇസ്ലാമിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, സംഖ്യയായി. ടീച്ചറൊക്കെ എക്സ് മുസ്ലിം എന്നുള്ളൊരു ബാനർ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നു. നമുക്കതൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഹിന്ദു ആയി കഴിഞ്ഞില്ല, നാളെ നമ്മൾ പിടിച്ചകത്തുന്നു നമ്മളെന്തോ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് സാമാന്യ ജനങ്ങൾ ചിന്തിക്കേണ്ട എന്താണ് ഈ വഖഫ് ബോർഡിന്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇത് ഉണ്ടാക്കുന്ന സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഈ വഖഫ് ബോർഡിന്റെ സ്വത്ത് എന്താ? ഇപ്പൊ നമുക്കറിയാം ആം ആദ്മിയുടെ ഒരു നേതാവ് ഇപ്പം കേസ് കുടിക്കിടക്കല്ലേ, അകത്ത് പോയില്ലേ? എന്താണ്? വഖഫ് ബോർഡിന്റെ കാര്യമാണല്ലോ. ഇപ്പൊ ഈ വഖഫ് ബോർഡോട് മുസ്ലിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? സാധാരണ ഈ പറയുന്ന
മുസ്ലിങ്ങൾക്ക് ആ ഒരു മഹലിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ വഖഫ് ബോർഡിന്റെ കാര്യം കൊണ്ട്? വഖഫ് ബോർഡിന് ലോൺ കൊടുക്കുന്നുണ്ടോ? വരുമാനം ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ പണമൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഈ പണം മുഴുവൻ ഉപയോഗിക്കുന്ന രാജ്യത്തിനെതിരായിട്ടാണ്. ഇപ്പം ക്ഷേത്രത്തിൽ വരുന്ന പണം ഒരിക്കലും ക്ഷേത്രത്തിൽ നിന്ന് രാജ്യത്തിനെതിരായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല. പക്ഷേ ഇസ്ലാമിക മേഖലയിൽ വരുന്ന പണം അത് രാജ്യത്തിനെതിരായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. അവിടെ നടക്കുന്ന വിദ്യാഭ്യാസമാണെങ്കിലും ശരി, അവിടെ നടക്കുന്ന എന്ത് പ്രക്രിയയാണെങ്കിലും ശരി, രാജ്യത്തിനോട് ചേർന്ന് പോകുന്ന കാര്യമല്ല. ആ രീതിയിൽ വേണം നമ്മൾ കണക്കാക്കാൻ. ഇതിപ്പോ കേവലം ഒരു മതപരമായ പ്രശ്നമല്ല, രാജ്യത്തിന്റെ പ്രശ്നമാണ്. രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് അതീതമായി അതിന് മുകളിൽ നിൽക്കുന്ന ഒരു സംവിധാനം മതത്തിന്റെ പേരിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്യുക തന്നെ വേണം. അതിനെ നിലനിർത്താൻ പാടില്ല, അതിനെ ഇല്ലാതാക്കുക തന്നെ വേണം. അതിനു കൂടെ നമ്മൾ തന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിന്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ടീച്ചർ. നമുക്കറിയാം ഇതൊരു സാമൂഹ്യ വിഷയം തന്നെയാണ്. ഇതൊരു ജാതീയപരമായിട്ടോ മതപരമായിട്ടുള്ള ഒരു വിഷയമൊന്നും അല്ല. ഇപ്പോ ഇവിടെ ടീച്ചർ മാത്രമാണ് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയേണ്ടതുണ്ട്. കാരണം ഞാനായാലും ഭഗത്ജി ആയാലും ഹരിജി ആയാലും രാമസിംഹൻജി ആയാലും ഞങ്ങൾ ഹിന്ദു മത സംസ്കാരമായാലും വിശ്വാസമായാലും ആ ഒരു മതത്തിൽ വിശ്വാസികൾ തന്നെയാണ്, തീവ്രമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ തന്നെ. ടീച്ചർ മാത്രമാണ് അത് വിഭിന്നമായിട്ടിരിക്കുന്നത്. അപ്പൊ ടീച്ചർ സത്യമായിട്ട് നമ്മൾ ഈ ഒരു വിഷയം എടുത്തിരിക്കുന്നത് സാമൂഹ്യ വിഷയം ആയതുകൊണ്ട് തന്നെയാണ്. കാരണം ഞമ്മന്റെ ആളുകൾക്ക് എന്തുമാവാം എന്നുള്ള അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഭരണഘടനയും നിയമവും പോലും 95 മുതൽ ഇവിടെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരാൾ പോലും ഇത്ര കണ്ട് 6.5 പതിറ്റാണ്ട് ഭരിച്ച കോൺഗ്രസ്സുകാർ ഒരു മിണ്ടാട്ടം നടത്തിയിട്ടില്ല. ഇനിയിപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന RSSന്റെ ആയാലും BJPയുടെ ആയാലും ആ ഒരു ഭരണകർത്താക്കൾ വന്നതിന് ശേഷം തന്നെയാണ് ഈ നിയമത്തിൽ എന്തെങ്കിലും ഒരു ഭേദഗതിയെങ്കിലും വേണമെന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് മാറിയത്. കോൺഗ്രസ് അതിനെതിരാണെങ്കിൽ പോലും മറ്റു രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, ഇസ്ലാമിക ജിഹാദികളായിക്കോട്ടെ, അവരെതിരാണെങ്കിൽ പോലും അതിൽ മാറ്റം വരുത്തണമെന്ന ചിന്തയെങ്കിലും വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ടീച്ചർ ഈ സാമൂഹ്യ വിഷയമാണിത്, എങ്ങനെയാണ് നമ്മുടെ മലയാളികളെ ഇനിയും ഇതിൽ അധികം എങ്ങനെയാണ് നമ്മളിത് പറഞ്ഞു മനസ്സിലാക്കുക? നമ്മുടെ ഭഗത്ജി പറഞ്ഞ ഒരു വിഷയം എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. ഞാനത് വളരെ ജാഗ്രതയോടുകൂടി കേട്ടു. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നീട് അതിലേക്ക്, അതായത് വഖഫ്, ഇപ്പോ ബൈജുവിന്റെ വീട്, ബൈജുവിന്റെ വണ്ടി, വഖഫ്, ഇത് വഖഫ് സ്വത്തായിരുന്നു ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞ് ഒരാള് അവകാശവാദം ഉന്നയിച്ചാൽ അവരുടെ കയ്യിൽ ഒരു രേഖയും വേണ്ട. ഇത് എന്റേതാണ് എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വമാർക്കാണ്? ബൈജുവിൻ്റെതാണ്. ബൈജുവിന്റെ കയ്യിൽ ഇത് വന്നിട്ട് എത്ര കാലമായിട്ടുണ്ടാകും? ഇത്രയായിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പുള്ളത് എത്രമാത്രം സങ്കീർണതയാണ് ഈ വിഷയത്തിലെന്ന് നോക്കണം. പക്ഷേ ഒരു അബ്ദുൽ ഖാദറിന്റെ, ഇപ്പൊ KT ജലീലിന്റെ വസ്തുവിന്റെ പിന്നാലെ ഇവര് പോകില്ല. കാരണം KT ജലീൽ ഇവിടെ വേണം. ഇവിടെ വേണ്ടാത്തതാരാണ്? ആരെയാണ് ഇവിടെ ഓടിക്കേണ്ടത്? ആരുടെ ഭൂമിയാണ് പിടിച്ചെടുക്കേണ്ടത്? ഇതാണ് ഇതിന്റെ പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട്. ഇപ്പൊ ഭഗത്ജി പറഞ്ഞു വഖഫ് എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് നൽകിക്കഴിഞ്ഞു, സമർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ആ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാക്കിഫ്, അതായത് വഖഫ് ചെയ്തു കഴിഞ്ഞു. ഇനിയും അതിന്റെ പൂർണ്ണ ഉടമസ്ഥ അവകാശം അള്ളാഹുവിനാണ്. കാര്യം എളുപ്പമായല്ലോ. പടച്ചോനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും പരാതിയുമായിട്ട് മുന്നോട്ട് പോകത്തില്ല. നമ്മുടെ ഹരിയേട്ടൻ ചോദിച്ചു, മറ്റുള്ളവര് ചിന്തിക്കും എന്താണ് ഇതിനകത്ത് ഹിന്ദുക്കൾക്ക് കാര്യം? ഇതിനകത്ത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല. നമുക്കിവിടെ ജീവിക്കണം. ഇസ്രായേലിയര് പറയുന്നത് പോലെ ഞങ്ങൾക്കിവിടെ ജീവിക്കണം. ഒന്ന് ചീഞ്ഞേ ഒന്നിന് വളമാകൂ എന്ന് പറയാറില്ലേ? ഒരു വിധിയും 2 കൂട്ടരെയും സന്തോഷിപ്പിക്കാറില്ല. എപ്പോഴും ഒരു കൂട്ടർക്ക് വേദന ഉണ്ടാകും, അവർ വേദനിക്കാൻ അർഹരാണ്. അപ്പൊ ഇത് ഒരു ജനാധിപത്യ പ്രശ്നമാണ്. നമ്മുടെ രാമസിംഹൻജി പറഞ്ഞു, ജനാധിപത്യ ഭരണഘടനയ്ക്കു മേലെ മറ്റൊരു നിയമം വരിക എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരുടെയും വളരെ ജാഗ്രതയോടുകൂടി കേട്ടിട്ട് ഒരു ഉപസംഹാരം നടത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. അപ്പൊ ഹരിയേട്ടൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത് ഹിന്ദുക്കൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. നാളെ നമ്മുടെ ഭൂമിയിൽ ഇവർ അവകാശപ്പെട്ടു വരും. അതുകൊണ്ട് ഇത് നമ്മുടെയും പ്രശ്നമാണ്, നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമാണ്, ഇത് ബഹുസ്വരതയുടെ പ്രശ്നമാണ്, ജനാധിപത്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. രാമസിംഹൻജി ചോദിച്ചു, ഖുർആനിൽ ജനാധിപത്യമുണ്ടോ? ഖുർആനിൽ ജനാധിപത്യമില്ല. ഖുർആനിൽ മതേതരത്വമില്ല.
ഖുർആനിൽ ദേശീയതയില്ല. ഇത് മൂന്നിനും വിഭിന്നമായിട്ടുള്ള സർവോപരി സ്ത്രീവിരുദ്ധവുമായിട്ടുള്ള ആശയങ്ങളാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഈ ഖുർആനിന്റെ താല്പര്യപ്രകാരമാണ് മൗദൂദിയുടെ ഇസ്ലാം മത രാഷ്ട്രവാദം നമ്മുടെ രാജ്യം കേൾക്കുന്നത് ആദ്യമായിട്ട്, ഒരു പക്ഷേ ലോകം കേൾക്കുന്നത്. നമ്മുടെ നാട്ടിലാണ് ഇത് പോപ്പുലർ ഫ്രണ്ട് എന്നും SDP എന്നും മുസ്ലിം ലീഗ് എന്നും ഒക്കെ അറിയപ്പെടുന്നത്. സിറിയയിലാകുമ്പോൾ ഇത് ISIS ആണ്, പലസ്തീനിലാകുമ്പോൾ ഇവര് ഹമാസ് ആണ്, യമനിലാകുമ്പോൾ ഇവര് ഹൂതികൾ, അങ്ങനെ വ്യത്യസ്തമായ പേരുകളിലാണ്. അപ്പൊ ഇവര് മൗദൂദി ചിന്താഗതിക്കാർ ഇപ്പൊ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതുപോലെ വെറും ഒരു സംവരണ പ്രശ്നം എന്തായി മാറി? ഹിന്ദു വിരുദ്ധമായിട്ട് മാറി. ആ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ഭരണഘടനകളെ അട്ടിമറിച്ച് ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭമായി അതിനെ മാറ്റാൻ അധിക സമയം വേണ്ടി വന്നില്ല. പിന്നീട് അത് ന്യൂനപക്ഷ വിരുദ്ധ വിപ്ലവമായിട്ട് തന്നെ മാറി. ഇപ്പൊ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഈ വഖഫ് നിയമത്തിന്റെ ഭേദഗതിയിലൂടെ ബോർഡിന് അനിയന്ത്രിതമായി അധികാരങ്ങൾ നൽകി. അതായത് ഒരു നിയന്ത്രണവുമില്ല, അൺലിമിറ്റഡ് ആണ് അത്. ഇപ്പോ സർക്കാർ ഭൂമി വേണോ, ക്ഷേത്രം വക ഭൂമി വേണോ, ഇങ്ങേയറ്റം ഗുരുദ്വാര ഭൂമി വരെ വഖഫിന് പിടിച്ചെടുക്കാനുള്ള അധികാരം നിയന്ത്രണാതീതമായി നൽകിയിട്ടും ഇതിനെ ആരും ഇക്കാലം വരെ ചോദ്യം ചെയ്തിട്ടില്ല. വഖഫ് നിയമത്തിലെ ഭേദഗതികൾ ഉൾപ്പെടെയുള്ള നിരവധി സുപ്രധാനപ്പെട്ട ബില്ലുകൾ പാർലമെന്റിന്റെ ബജറ്റിൽ പുനഃപരിശോധനയ്ക്കെടുത്തപ്പോൾ മാത്രമാണ് ചില ആളുകളുടെ ഈറ്റില്ലങ്ങൾ ഇളകിയത്. പൗരത്വ ഭേദഗതി നിയമം പോലെ തന്നെ. കാരണം പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്ന ഭേദഗതി ബില്ല് അനുസരിച്ച് വഖഫ് ബോർഡുകൾ എങ്ങാനും നമ്മുടെ സ്വത്തുകള് ജില്ലാ കളക്ടർമാരിൽ നിന്നും രജിസ്റ്റർ ചെയ്യുന്നതിന് നിർബന്ധമാക്കുമോ? രാജ്യത്ത് മൊത്തം 30 വഖഫ് ബോർഡുകളാണ് ഉള്ളതെന്നാണ് എന്റെ അറിവ്. ബോർഡുകളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വരുത്തിയാൽ നമ്മുടെ ഈറ്റില്ലങ്ങൾ ഇളകുമോ? നമ്മുടെ ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടു പോകുമോ? നമ്മുടെ പള്ളികളൊക്കെ കേന്ദ്ര സർക്കാർ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നിയമമാണോ? ഈ രൂപത്തിൽ ഇന്ന് ഒരു കൗൺസിലിംഗ് ക്ലാസ് സോഷ്യൽ മീഡിയ വഴിയും പള്ളികൾ കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ട്. ഇതാണ് ഈ ബില്ല് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവര് പറയുന്നത്. തന്നെയുമല്ല, ഈ ബില്ലില് ഞാൻ കാണുന്ന കൂടുതൽ പ്രയോറിറ്റി സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു. ഇതുവരെ വഖഫ് ബോർഡില്, മഹല്ല് കമ്മിറ്റിയില്, പള്ളി കമ്മിറ്റിയിൽ ഒന്നും ഒരു സ്ത്രീ പ്രാതിനിധ്യമില്ല. ഇപ്പോ ഈ വഖഫ് ബോർഡ് കൊണ്ടുവന്ന ഭേദഗതി ബില്ല് പൂർണ്ണമായും പിൻവലിക്കണമെന്ന് പറഞ്ഞ് സർക്കാർ ശില്പശാലയില് മുസ്ലിം സംഘടനകളുടെ ആശങ്ക വർദ്ധിക്കുവാണിപ്പോ. പുരാതനമായ സ്മാരകങ്ങൾക്കുമേലെ ഇവർ അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. ഈ വഖഫ് ബോർഡിന്റെ നിയമത്തെ, ഈ ഉത്തരവിനെ തള്ളിയത് ഹൈക്കോടതി വേണ്ടി വന്നു. അതിന് സ്വന്തം ഭൂമി വിൽക്കാൻ വേണ്ടി നോക്കിയ ഒരു പാവപ്പെട്ട കർഷകനോട് ഈ പുരയിടം വഖഫ് ഭൂമിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ സമയത്ത് ആ മനുഷ്യന് കോടതിയെ സമീപിക്കേണ്ടി വരുന്നു. ഇത് വേദനാജനകമാണ്. പുതിയ നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ സജ്ജമാകുന്നുണ്ടിപ്പോ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്റെ അഭിപ്രായം ഭേദഗതി അല്ല, ഇത് റദ്ദാക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു മുസൽമാൻ വഖഫ് നിയമം 1923 തോന്നുന്നത്. ബ്രിട്ടീഷുകാരാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്. അവർ തന്നെയാണ് ദി മദ്രാസ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ്സ് എന്നും പറഞ്ഞ ഒരു ആക്ട് 1925 മുന്നോട്ട് വെച്ചു. പക്ഷെ ഈ നിയമത്തിനെതിരെ മുസ്ലിങ്ങളും ക്രിസ്ത്യൻ സമൂഹവും പ്രതിഷേധവുമായി അക്കാലത്ത് തന്നെ രംഗത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിൽ നിന്ന് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തെ ഒഴിവാക്കി നിർത്തി ഹിന്ദുക്കളെ മാത്രം ഉൾപ്പെടുത്തി ഒരു നിയമം ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ചു. 1925 മദ്രാസ് ഹിന്ദു റിലീജിയസ് ആൻഡ് എൻഡോമെന്റ് ആക്ട്. പിന്നീട് 1954 ഇന്ത്യൻ പാർലമെന്റ് വഖഫ് നിയമം പാസ്സാക്കുന്നു. ഈ നിയമം റദ്ദാക്കിയ ശേഷം നിലവിൽ വന്നത് 1995 വഖഫ് ബോർഡുകളുടെ നിയമം. ഇത് ഈ ബോർഡുകൾക്ക് അധികാരം വിപുലപ്പെടുത്തി നൽകി. കാരണം നമുക്ക് നമ്മളെ ആരെങ്കിലും സന്തോഷിപ്പിച്ചാല് ഉപകാര സ്മരണയ്ക്ക് നമ്മളും തിരിച്ചെന്തെങ്കിലും ഒക്കെ നൽകണമല്ലോ, അത്രയേ ഉള്ളൂ. 2013 വീണ്ടും ഈ നിയമം ഭേദഗതി ചെയ്തു. എത്ര കൊടുത്തിട്ടും നമ്മുടെ ഗണ്ഡി കുടുംബത്തിന് അങ്ങോട്ട് സംതൃപ്തി വരാത്ത പോലെ
എന്താ വേണ്ടത് ചങ്ക് പറിച്ച് ഞാൻ നൽകാം. ഈ രാജ്യം വേണോ നിങ്ങൾക്ക് ഹദിയയായിട്ട്, സക്കാത്തായിട്ട് വേണോ, ഞങ്ങൾ എഴുതി നൽകാം. ഇങ്ങനെ 2013 കോൺഗ്രസ് കൊണ്ടുവന്ന ഈ നിയമം ഭേദഗതി ചെയ്തത് വലിയ ഒരു തിരിച്ചടിയായിരുന്നു ഈ രാജ്യത്തിന്റെ മതേതര സമൂഹത്തിന് ഏൽപ്പിച്ചത്. ഇതോടെ ആരുടെ സ്വത്തുക്കൾ വേണമെങ്കിലും പിടിച്ചെടുക്കാനുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരം വഖഫ് ബോർഡിന് കൈവന്നു. അതായത് ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്, മുസ്ലിം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരില് സ്വത്തുക്കൾ കൈയടക്കാൻ വഖഫിന് അധികാരമുണ്ട്. ഇതെന്തിനാ ജീവകാരുണ്യ പ്രവർത്തനം? ഇപ്പൊ കണ്ടില്ലേ, ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി വഖഫ് ബോർഡിന്റേതാ, അതിന് നികുതി പോലും വേണ്ട. ഈ നിയമം അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിയമമായിരുന്നു. ഇന്ത്യയിലെ മറ്റൊരു മതവിഭാഗത്തിനും ഒരു സ്ഥാപനങ്ങൾക്കും, ഒരു മതസ്ഥാപനങ്ങൾക്കോ അതല്ലാത്ത സ്ഥാപനങ്ങൾക്കോ കിട്ടാത്ത ആനുകൂല്യമാണ് വഖഫ് ബോർഡിന് ലഭിച്ചത്. ഈ സാഹചര്യത്തില് വഖഫ് ബോർഡ് ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലോ. സ്വാഭാവികമായും ഒരു ചോദ്യം, എന്നാ പിന്നൊന്ന് പറ, എവിടെയാണ് വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ ഇവര് ദുരുപയോഗം ചെയ്തത് എന്ന്? അവിനാശി കേസ് എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എവിടെ അടിച്ചു നോക്കിയാലും കിട്ടും. റവന്യൂ രേഖകൾ പ്രകാരം 1996 ദേവേന്ദ്രകുല വെള്ളാളർ ഈ സമുദായത്തിലെ 216 ആളുകൾക്ക് ചെയ്വൂരിലെ ദേവേന്ദ്ര നഗറിൽ താമസിക്കുന്ന 6.3 ഏക്കർ സ്ഥലത്തിന്റെ പട്ടയം അനുവദിച്ച് ലഭിച്ചതാണ്. പക്ഷേ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി വീണ്ടും വിവാദങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പോ ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥക്കാര് വല്ലാതെ വേദനയിലായി. കാരണം എന്താ? തൊട്ടിപ്പാളയം, അവിനാശി ഈ 2 സ്ഥലങ്ങളിലും സബ് രജിസ്ട്രാർ ഓഫീസില് തിരുപ്പൂർ ജില്ലയിലെ ജോയിന്റ് 1, ജോയിന്റ് 2 ഈ സബ് രജിസ്ട്രാർ ഓഫീസുകളിലേക്കുമൊക്കെ വഖഫ് ബോർഡിന്റെ ഒരു കത്ത് കിട്ടുവാണ്. അവിനാശിയിലെയും തിരുപ്പൂരിലെയും പ്രസ്തുത സർവേ നമ്പറിൽ പെടുന്ന 93% സ്വത്തുക്കളും വഖഫ് ബോർഡിന്റേതാണ് എന്ന് കത്തിൽ അവകാശപ്പെടുവാണ്. 1 ഇനിയുമുണ്ട്, അതാണ് തിരുച്ചിറപ്പള്ളി, തമിഴ്നാട്ടില്. അവിടെ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുച്ചെന്തുറൈ എന്ന ഗ്രാമം 1500 വർഷം പഴക്കം, അതായത് നമ്മുടെ മുഹമ്മദ് നബി ഇസ്ലാം കൊണ്ടുവരുന്നതിനും 100 വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള സുന്ദരേശ്വര ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട് ഇന്നും. ഈ ഭൂമിയും നമ്മുടേതാണെന്ന് ഒരു മുസ്ലിം പോലും ഇല്ലാത്ത, ഒരു പള്ളി പോലും ഇല്ലാത്ത, ആ പാരമ്പര്യം പോലും അവകാശപ്പെടാനില്ലാത്ത ആ ഭൂമി, ആ നാട് മുഴുവനും ഞങ്ങളുടേതാണ്. ഒരു തെളിവും വേണ്ട. അത് കോൺഗ്രസ്സുകാർ അനുവദിച്ച് നൽകിയതാണ്. അല്ലെ, മക്കളെയൊക്കെ കെട്ടിച്ചു വിടുമ്പോ സ്ത്രീധനം എത്ര കൊടുത്താലും ചില മാതാപിതാക്കൾക്ക് തൃപ്തിയാവത്തില്ല. ഇവര് വിചാരിക്കുന്നത് സ്ത്രീധനം കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് മോൾക്ക് അവിടെ സുഖവും സമാധാനവും ഉണ്ടാകുമെന്നാ എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് എത്ര നൽകിയിട്ടും അവരൊട്ട് തൃപ്തരായതുമില്ല. ഇവർക്ക് കൊടുത്തിട്ട് സംതൃപ്തിയുണ്ടോ? അതും കിട്ടിയില്ല. വ്യക്തമായ തെളിവുകളില്ല എന്നതിന്റെ പേരില് ഒരു സ്ഥലത്തിന് മതപരമായ പദവി നൽകി പ്രാർത്ഥനയ്ക്കോ നമസ്കാരത്തിനോ ഒക്കെ വേണ്ടി വിട്ടു നൽകാൻ കഴിയില്ല എന്ന് അടുത്തിടെയാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് സുപ്രീം കോടതിയൊക്കെ. അങ്ങനെ തെലങ്കാന സർക്കാരിന് ഈ തീരുമാനം വലിയ ആശ്വാസമായി. സർവകലാശാല, ടൗൺഷിപ്പ്, മറ്റ് പ്രശസ്ത സ്ഥാപനങ്ങള് ഇതൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകി. 2012 ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി വിധിക്കെതിരായിരുന്നു സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീലുമായിട്ട് എത്തിയത്. അതായത് നമ്മൾ വിശ്വസിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നും അതല്ലെങ്കിൽ കോടതികളിൽ നിന്നും നിയമത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന്. ഇനിയുമുണ്ട്, തങ്ങളുടെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സംസ്ഥാന സർക്കാർ ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് രാജസ്ഥാനിലെ വഖഫ് ബോർഡ് രംഗത്തെത്തി. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇത് മുക്കി. നമ്മുടെ നാട്ടിലെ ചാനലുകാർ ഈ വാർത്ത കൊടുക്കുമോ? ഇപ്പോ ബൈജുവിന് വേറൊരു കാര്യം അറിയോ? നമ്മൾ തമ്മിൽ ചൊറിയാതെ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊതുവിഷയങ്ങൾ എടുത്ത് നമ്മൾ പ്രചരിപ്പിച്ചല്ലോ, നമ്മൾ ആളുകളെ ചിന്തിപ്പിച്ചല്ലോ. അതോടെ സ്വതന്ത്ര ചിന്തകര് പറഞ്ഞു, ജാമിദ ഇന്നു മുതൽ സ്വതന്ത്ര ചിന്തകയല്ല. ശരി, വേണ്ട, എനിക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, ഞാൻ ഒരു സംഘടനയിലും അംഗത്വവും എടുത്തിട്ടില്ല,
തന്നെയുമല്ല നമ്മുടെ പ്രമുഖ യൂട്യൂബ് ചാനലുകാരെ ഒക്കെ ജാമിദ വിമർശിക്കുന്നു, നമ്മുടെ സ്വതന്ത്ര ചിന്തകരെ വിമർശിക്കുന്നു. അതുകൊണ്ട് ഇനി മുതല് നമ്മുടെ സംഘത്തിൽ ഇനി അവര് വേണ്ട. ശരി, നിങ്ങൾക്ക് എന്നാ വേണ്ടാത്തത്? ഇന്നാ എനിക്ക് ഇന്നലെ വേണ്ട സുഹൃത്തെ. കാരണം നമുക്ക് ഉള്ള കാര്യം ഉള്ളതുപോലെ വിളിച്ചു പറയും. ആരും അംഗീകരിച്ചില്ലേ വേണ്ടെന്നേ, ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതായത് സ്വതന്ത്ര ചിന്തകർ പോലും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ബഹുസ്വരതയെയും ബാധിക്കുന്ന വിഷയങ്ങൾ ഒന്ന് തുറന്നു പറയണമെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ സമ്മതം വേണമത്രേ, അംഗീകാരം വേണമത്രേ. ആലോചിക്കണം. നിലവില് ഇപ്പൊ രാജസ്ഥാൻ രംഗത്ത് വരികയാണ്. ഞങ്ങളുടെ വഖഫ് ബോർഡിലെ ആളുകൾക്ക് ശമ്പളം കൊടുക്കാനില്ല, അതുകൊണ്ട് എല്ലാവരും നൽകുന്ന നികുതിയിൽ നിന്നും ഞങ്ങൾക്കും തായോ. ആ സമയത്ത് നിലവില് വഖഫ് ബോർഡിന് ആ രാജസ്ഥാനിൽ മൊത്തം 18,000-ത്തിലധികം സ്വത്തുവകകൾ നിലനിൽക്കുക. അതിൽ 7,000-ത്തിലധികം വസ്തുവകകളിൽ നിന്ന് കോടാനുകോടി വരുമാനം ലഭിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് ബോർഡ് സംസ്ഥാന സർക്കാരിനെ സമീപിക്കുക. തമിഴ്നാട്ടിലെ 1500 വർഷം പഴക്കമുള്ള ഒരു മനേന്തിയവല്ലി ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. പേര് ഞാൻ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്, ഓർമ്മയില്ല എനിക്ക്. മനേന്തിയവല്ലി എന്നാണ് ഇതിന്റെ പേര്. ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും. ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം. ഈ ഭൂമിക്കുമേലെ ഉടമസ്ഥാവകാശം ആവശ്യപ്പെടുവാണ് ആര്? വഖഫ് ബോർഡ്. ഇപ്പോ തിരുച്ചെന്തുറൈ ഗ്രാമത്തിലും പരിസരത്തുമൊക്കെയായി ഈ ക്ഷേത്രത്തിന് 369 ഏക്കർ ഭൂമിയുണ്ട്. അപ്പൊ ഇവര് മാത്രമാകണ്ട, ഈ നാട് മൊത്തം എന്തുകൊണ്ട് നമ്മുടേതാകാൻ പാടില്ല? ഇങ്ങനെ ഇവരെ ഒരുപാട് സ്വത്തുവകകൾ കണ്ടുകെട്ടാനും സ്വന്തമാക്കാനും കൊള്ളയടിച്ചെടുക്കാനും ശ്രമിക്കുമ്പോൾ നമ്മൾ ഇതിനെ ചോദ്യം ചെയ്യും. ഇതുകൊണ്ട് എന്താണ് നേട്ടമെന്നൊന്നും നമുക്കറിയില്ല. ഒരാൾക്കെങ്കിലും തലയ്ക്കകത്ത് വെളിവുണ്ടായാല്, ഒന്ന് ചിന്തിച്ചാല്, നമ്മളിത് തുറന്നു പറയുന്നത് കൊണ്ട് നമുക്ക് എന്തുവാ കിട്ടുന്നേ? തലയിൽ ഒരു മുൾക്കിരീടം എടുത്തു വെച്ചു, അത് പിന്നെയും പിന്നെയും ആഴത്തിൽ ഇറങ്ങി കൂടുതൽ കൂടുതൽ മുറിവുകൾ ഉണ്ടാക്കും. സത്യം പറഞ്ഞാല് ഇതൊക്കെ ഒന്ന് തുറന്നു പറയുന്നത് കൊണ്ടൊന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. ഒരു ഓണം, ഒരു സദ്യ കഴിക്കാൻ എത്രയോ ആഗ്രഹമാണ്, എവിടെ പോകാൻ പറ്റും? ബൈജും ഫാമിലിയും ഹൃദ്യമായി ക്ഷണിച്ചു, പോകാൻ പറ്റിയില്ല. എന്റെ മോൾ എന്ന് ചോദിക്കാം, നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ജീവിതത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത് തുറന്നു പറയുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് മൊത്തവും കല്ലേറുകൾ മാത്രമാണ്, വേറെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഈ രാജ്യത്ത് നമ്മൾ അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷന് മനസമാധാനത്തോടു കൂടി ജീവിക്കണ്ടേ? നമ്മൾ ഇത് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ആര് പറയും? നമ്മുടെ ദൗത്യമാണിത്. ഇവര് കൊള്ളയടിച്ചെടുക്കുന്ന ഭൂമി നമുക്കറിയാം. നിർമ്മല കോളേജില് നമസ്കരിക്കാൻ ഒരു സ്ഥലം ആസൂത്രിതമായിരുന്നു. ഒരു ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ ഒരാളെ ഉള്ളോ അങ്ങ് നിസ്കരിക്ക്, രണ്ടാമത്തെ ദിവസം 3 പേരാകും, മൂന്നാമത്തെ ദിവസം 30 പേരാകും. ആദ്യം ഒരു ബെഞ്ചും ഡെസ്ക് മാറ്റ്, അത് കഴിഞ്ഞാൽ 3 എണ്ണം മാറ്റാം, അത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാസ് മുറി തന്നെ കിട്ടും. പിന്നീട് എന്തായി? ആ സ്ഥാപനത്തില് ഒരു പള്ളി പൊങ്ങിയെന്നാണ് ഉസ്താദ് പ്രസംഗിച്ചത്. 150 പേരോളം അകത്ത് നിന്ന് നമസ്കരിക്കുന്നു, 150 പേര് പുറത്തു നിന്നും വരുന്നു. 300 ആയില്ലേ? ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് ഒരു പള്ളി തന്നെ അവിടെ വന്ന്. ഇത് ആസൂത്രിതമാണ്. അതായത് അമുസ്ലിങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് നമുക്ക് മാത്രമായിട്ട് ഈ ഭൂമി സ്വന്തമാക്കുക എന്ന ഒരു അജണ്ടയുടെ പിന്നിലാണ് ഇതൊക്കെ വരുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ? ഇപ്പോ നമ്മുടെ രാമസിംഹൻജി ചോദിച്ചു, ഗുരുവായൂരപ്പനെയും അതുപോലെ ശബരിമല അയ്യപ്പനെയും ഒക്കെ ഇനിയിപ്പോ കൊണ്ടുപോകുമോന്ന്. സംശയം എന്താ? ഇപ്പൊ ഒരു താത്താക്കുട്ടി ഇറങ്ങി ഗുരുവായൂരപ്പന്റെ അടുത്ത് ചെന്ന്, അല്ല ശബരിമലയിൽ ചെന്നിട്ട്, അല്ല ഇവിടെ അല്ലേ പോയത്, ഗുരുവായൂരല്ലേ പോയത്, റീൽസ് എടുത്തു. അവരിതുപോലെയുള്ള അഴിഞ്ഞാട്ടം ഒരു പള്ളിയിൽ നടക്കുവോ? ഒന്നും വേണ്ട, ഒരു മുസ്ലിം പള്ളിയിൽ, ഒരു തുക്കടാച്ചി പള്ളിയിൽ നടക്കുവോ? നടക്കില്ല. കാരണം കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല. അവൾ അത് ചെയ്ത് വിജയിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അടുത്ത ഒരെണ്ണം വന്നു, അവളും അതുപോലെ റീൽസ് ചെയ്യാൻ. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരെണ്ണം. ഇതൊക്കെ യാദൃച്ഛികമാണ് എന്ന് വിശ്വസിക്കുന്നത് തലയ്ക്കകത്ത് ആളുതാമസമില്ലാത്ത ഹിന്ദുക്കളാണ്. അവള് പറയുന്നത് പോലെ, അവളത് ചോദിക്കുന്നുണ്ടല്ലോ, ഹിന്ദുക്കളെ പറ്റിക്കുക എന്ന് പറയുന്നത് ഒരു കഴിവാണ് മക്കളെ, ആ കഴിവ് എനിക്കുണ്ടെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുന്നില്ലേ? ഈ ഹിന്ദുക്കൾ എന്നെ പറ്റിച്ചോന്ന് പറഞ്ഞ് ചെന്ന് കേറിക്കൊടുത്താൽ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എപ്പോഴാണ് ഈ വേദന ഉണ്ടാവണമെന്ന് അറിയാമോ? അവനവന്റെ തൊടയിൽ നുള്ളു കിട്ടും.
അപ്പോ മനസ്സിലാക്കും, ചേടാ ഇവരൊക്കെ ഇത് പറഞ്ഞത് സത്യമാണല്ലോ, ഇവരുടെയൊക്കെ ഭൂമികൾ അറ്റാച്ച് ചെയ്യപ്പെടും. കാരണം ഒരു തെളിവും വേണ്ട, ഒന്നിന്റെയും പിൻബലത്തിന്റെ ആവശ്യം ഇവർക്കില്ല. ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇത് തെളിയിക്കാൻ നടക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മൾ ശക്തമായി നിരന്തരം ഈ വസ്തുതകൾ ബോധവൽക്കരണം ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, രാമസിംഹൻജിക്ക് എന്താ പറയാനുണ്ട് തോന്നുന്നു, അൺമ്യൂട്ട് ചെയ്യണ കണ്ടു. എന്താണ് സാർ? അല്ല, വേറെ നമ്മുടെ കോഴിക്കോടിന്റെ പല റോഡുകളും ഇന്ന് പഴയ പേരുകളല്ല. ഇപ്പൊ നമ്മുടെ തളി ക്ഷേത്രത്തിന്റെ ജൂബിലി ഹാള് പേര് മാറി. ആ തളി ക്ഷേത്രത്തിന്റെ പേര് മർക്കസ് ദുആയിരുന്നു. യൂട്യൂബിൽ പിന്നെ ഗൂഗിളില് ആ തളി ക്ഷേത്രത്തിൽ നിൽക്കുന്ന തളി അമ്പലത്തിന്റെ പേര് മർക്കസ് ദുആ ആക്കി മാറ്റിയിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ് പിന്നീട് നമ്മളെല്ലാം കൂടി മെനക്കെട്ടിട്ടാണ് അത് തളി ക്ഷേത്രം ആക്കിയത്. തളി ക്ഷേത്രം ഉണ്ടായിരുന്നില്ല, മർക്കസ് ദുആ ആയിരുന്നു. ഈ രീതിയിൽ എല്ലായിടത്തും ഈ എൻക്രോച്ച്മെന്റ് വരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇത് വന്നു കഴിഞ്ഞിട്ടാണ് അറിയുക. ഇപ്പൊ നാളെ വേണമെങ്കിൽ പറയാം ടീച്ചർ, കാരണം മലബാർ ടിപ്പുവിന്റെ അധീനതയിൽ ഇസ്ലാമിക രാജ്യമായിരുന്നു. അന്ന് ടിപ്പു ഇതെല്ലാം മഹലിന് കൊടുത്തു പറഞ്ഞാൽ തീർന്നില്ലേ വെടിക്കെട്ട്. നമുക്ക് അല്ലാതെ പറയാൻ പറ്റുമോ? ടിപ്പു മലബാർ കീഴടക്കിയിരുന്നു, ടിപ്പു ഇതൊക്കെ അള്ളാഹ് കൊടുത്തിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? തീർന്നു. മലബാർ മുഴുവൻ മറ്റേ വഖഫ് ബോർഡിന് കീഴിലായി. അതിന് സാക്ഷ്യപത്രം പറയാൻ വേണ്ടി ഇഷ്ടംപോലെ പഴയ രാജകുടുംബത്തിലെ ആൾക്കാരും ഉണ്ടാവും ചിലപ്പോൾ. തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ രാമസിംഹൻജി പറഞ്ഞ ഒരു പോയിന്റും കൂടി കൂട്ടിച്ചേർക്കണമെന്ന് ഞാൻ വിചാരിച്ചു. നോളജ് സിറ്റി, ഞാനത് മറന്നതാ, ഞാൻ എഴുതി വെച്ചിരുന്നു. ഈ ചൂരൽമല ദുരന്തം വന്ന സമയത്താണ് ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്. ചൂരൽമലയുടെ നേരെ എതിർഭാഗത്താണ് റബ്ബർ തോട്ടം ഇടിച്ചു നിരത്തി കിടക്കുന്ന അനധികൃതമായ നിർമ്മാണം, വലിയ വലിയ കെട്ടിടങ്ങള്, റബ്ബർ തോട്ട പട്ടയത്തില് നോളജ് സിറ്റി എന്ന പേരിൽ നടക്കുന്ന ഈ അനധികൃതമായ നിർമ്മാണം ഇതുവരെ നമ്മുടെ പിണറായി സഖാവ് കണ്ടോ? പൊട്ടിയൊഴുകിയ ചൂരൽമല, അതിന്റെ എതിർവശത്ത് മാത്രം സ്ഥിതി ചെയ്യുന്ന മർക്കസ് നോളജ് സിറ്റി എന്ന അനധികൃത നിർമ്മാണം, ഈ സമയത്ത് ഇത് ചർച്ചയാകേണ്ടതല്ലേ? ഈ നാട്ടിലെ മീഡിയകളുടെ ക്യാമറകൾ എന്താ അങ്ങോട്ട് തിരിയാത്തത്? ചർച്ചയാവില്ല. തന്നെയുമല്ല, അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 7ഓളം ആളുകൾ വീണു മരണപ്പെട്ടു, ചർച്ചയായില്ല. ഓക്കെ, ഭഗത്ജി എന്താണ് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്? കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ 10 മിനിറ്റിനുള്ളിൽ. ഇത് രാമസിംഹൻജി പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. അത് മാത്രമല്ല, നമ്മള് ഈ പാരമ്പര്യമായിട്ട് പല സ്ഥലങ്ങളും പള്ളിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത് ഇതൊരു വഖഫ് സ്വത്ത് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ നിലവില് ഏത് സ്ഥാപനമാണോ അല്ലെങ്കിൽ ആ പള്ളി നിൽക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ഇപ്പൊ നമ്മളെ ഏരിയയിലൊക്കെ നടക്കുന്ന ഒരു നമ്പൂരിയുടെ പറമ്പായിട്ടുള്ള സ്ഥലങ്ങളിലാണ് പല സ്ഥലങ്ങളും അവർ വാങ്ങുകയും അതിനനുസരിച്ച് കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. കുറച്ച് കഴിയുന്ന സമയത്ത് ഇതിൽ ആ പേരുണ്ടാവും, സ്വയംസോ ഇന്ന ആളുടെ പാരമ്പര്യമായിട്ട്. കുറച്ച് കഴിയുമ്പോൾ പറയും, ഇതാ ഈ നമ്പൂരി അല്ലെങ്കിൽ ഈ ഇന്ന സ്വയംസോ എന്ന ആള് ഞങ്ങൾക്ക് ഇത് പാരമ്പര്യമായിട്ട് തന്നതാണ്. അപ്പോ ഇതും കൂടി അന്ന് ഞങ്ങളോട് അന്നത്തെ ആള് പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ തിരുമേനി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ വെളുത്ത നായരുകൾ വെളുത്ത നായര് കറുത്ത നായരൊക്കെ പരോക്ഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് തെളിവൊന്നും വേണ്ടല്ലോ. അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇന്ന് സുഖമായി കിടന്നുറങ്ങുന്ന പല അഢ്യന്മാരായിട്ടുള്ള പല ആൾക്കാരുടെയും കുടുംബാംഗങ്ങളുടെ വീടുകളിലേക്ക് ഇത് കയറി ചെല്ലും. ഞാനൊക്കെ വാങ്ങിയിട്ടുള്ള എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രമുഖമായ നായരുടെ ഒരു സംഭവമാണ്. ഇത് ഇന്നലെ നാളെ ഇതേ അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ എനിക്ക് പേടിയുണ്ട്. ഞാനത് മനസ്സിലാക്കിയപ്പോൾ പേടിയുണ്ട്. രാമസിംഹ പറഞ്ഞ മാതിരി പല സ്ഥലങ്ങളിലും ഈ അവകാശങ്ങൾ ഉന്നയിക്കേണ്ടി വന്നു. നമ്മളെ ഗുജറാത്തിലെ ദ്വാരകയുടെ 2 ദ്വീപ് സ്വന്തമാണ്, ഞങ്ങൾക്ക് വഖഫാണെന്ന് പറഞ്ഞിട്ട് അവകാശം ഉന്നയിച്ചു. ഇപ്പോ സത്യത്തില് കോടതി പോലും മേലോട്ട് നോക്കേണ്ട ഗതികേടാണ്. അപ്പൊ നമുക്ക് ഈ ജിഹാദിന്റെ അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ലാൻഡ് ജിഹാദ്, അതുപോലെ ലവ് ജിഹാദ്, ഇപ്പൊ വരണത് വഖഫ് ജിഹാദായിട്ടാണ് വരാൻ പോകുന്നത്. സത്യത്തില് ഇതിനൊക്കെ കെട്ടിയിടാൻ നമുക്കൊന്നും പറ്റാത്തത്, ഇപ്പോ
എന്തെങ്കിലും ഒന്ന് ഞാൻ ഈ ഇസ്ലാമിനെതിരായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ തോന്നിവാസത്തിനെതിരായിട്ട് ഇവിടെ നടക്കുന്ന ഈ കാര്യത്തിനെതിരെ ഞാൻ പരസ്യമായിട്ട് സംസാരിച്ചാൽ എനിക്കെതിരെ കേസ് ഫലയുന്ന അല്ലെങ്കിൽ കേസ് എടുക്കുന്ന ഒരു ഗതികേടിലേക്ക് ഒരു നിയമ സംഹിത വന്നിട്ടുള്ളത്. ഇതൊരു പക്ഷേ ഈ വഖഫിനെ പേടിച്ചിട്ടാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത്. ജാമിദ് ടീച്ചറൊക്കെ ഭാഷയിൽ പറഞ്ഞു സംസാരിച്ചപ്പോൾ എനിക്ക് പേടി മനസ്സിലായത്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. സത്യത്തില് ജനാധിപത്യമല്ല, അവകാശങ്ങൾ ഉന്നയിക്കുകയാണ്. അവകാശം ഞാനൊന്ന് പറഞ്ഞാൽ മതി, ആ അവകാശം മതി വഖഫിന്റെ സ്വത്തായി മാറാൻ. ഇന്നലെയും നാളെ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാവരുടെ മക്കളടക്കം നോക്കൂ, എൻ്റെ മകനെ ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ മകൻ നാളെ വഖഫിന്റെ സ്വത്തായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന അവന്റെ സ്വത്തുക്കളൊക്കെ വരുന്ന അവസ്ഥയിലേക്കാണ് പോണെന്ന് തോന്നുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മോദി സർക്കാർ ഈ അമെന്റ്മെന്റ് അല്ല വരുത്തേണ്ടത് എന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത കുറച്ചും കൂടി രൂക്ഷമായ രീതിയിൽ എനിക്ക് ചിന്തിക്കേണ്ടി വരികയാണ്. എന്റെ പോലെയുള്ള ആൾക്കാരും ചിന്തിക്കും. പാലോട് രവിജ് പറഞ്ഞത് അത് ജാമിദ് ടീച്ചർ കൂട്ടിച്ചേർത്തതൊക്കെ മനസ്സിലാക്കുമ്പോൾ അമെന്റ്മെന്റ് അല്ല വരുത്തേണ്ടത്. ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാക്കുന്ന ഈ നിയമങ്ങൾ, വഖഫ് എന്ന് പറയുന്ന ഈ നിയമം തന്നെ ഇല്ലാതാക്കി ഇവിടുത്തെ സാമൂഹ്യ പരിസരയും സാമൂഹ്യമായ ചിന്തകളും സ്വതന്ത്ര ചിന്തകളും ഒക്കെ, അല്ലെങ്കിൽ നമുക്കിവിടെ കാലാനുസൃതമായി ജീവിക്കാൻ അനുമതി നൽകിയിട്ടുള്ള ഇവിടെ സംസ്കാരത്തിനെ പോലും ഇല്ലാതാക്കാൻ പ്രാപ്തമുള്ള ഈ വഖഫ് നിയമം മോദി സർക്കാർ അമെന്റ്മെന്റിലൂടെ മാത്രം കുറച്ച് ചില 40 കുറച്ച് നിയമങ്ങൾ മാത്രം മാറ്റിയത് കൊണ്ട് പോത്രം പോരാ എന്നുള്ളതാണ് എനിക്കിപ്പോ കൺക്ലൂഷൻ ചെയ്തത്. പോരാത്തന്നെ ഇതേമാതിരിയുള്ള പ്രചരണങ്ങൾ രാമസിജി പറഞ്ഞ പോലെ കൃത്യമായ രീതിയിൽ അജണ്ട നിശ്ചയിച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ ഇതിനു വേണ്ടി പ്രചരണം നൽകുമോ എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ പോലും പരോക്ഷമായിട്ട് ആരൊക്കെയോ പേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. കാരണം വളരെ വേദനാജനകമാണ് കേരളത്തിന്റെ അവസ്ഥ. സത്യം പറഞ്ഞവൻ സത്യത്തിൽ പുറത്താകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ വഖഫ് നിയമത്തിനെ പേടിച്ചിട്ടാണോ ഒന്നും ഉണ്ടരുത്, വായ തുറക്കരുത് എന്നുള്ളതാണ്. മലബാർ പ്രദേശം മുഴുവൻ നമ്മുടെ അക്രമകാരികളായിട്ടുള്ള മലബാർ കലാപത്തിൽ നടന്നിട്ടുള്ള ഒരു മഹാത് വ്യക്തിത്വത്തെ ചിത്രീകരിക്കുന്ന വലിയ ലൈബ്രറിയൊക്കെ മലപ്പുറത്തുണ്ടാക്കിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു രാജ്യം, ഒരു രാജ്യം വന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം ഈ ടിപ്പു സുൽത്താൻ മാത്രമല്ല, 1921 നടന്നുള്ള കലാപത്തിൽ നടന്നിട്ടുള്ള പല സംഭവങ്ങളും ഇവിടെ ഇന്നലെയും നാളെ വഖഫിന്റെ ഭാഗമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് പറയാം. പാലക്കാട് ജില്ലയിൽ ടിപ്പു സുൽത്താൻ റോഡ് എന്നാണ് പേര് വരുന്നത്, ഈ മണ്ണാർക്കാടേക്കുള്ള റോഡ്. ആ ടിപ്പു സുൽത്താൻ റോഡിന്റെ പല സ്ഥലങ്ങളിൽ നാളെ വഖഫ് ടിപ്പു സുൽത്താന്റെ റോഡ് ഞങ്ങളുടെ വഖഫാണ്, അതിന്റെ തൊട്ടുള്ള പല നമ്പൂരിമാരുടെയും എന്തിനേറെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജീവിക്കുന്ന ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലഫലങ്ങളും വഖഫിന്റെ സ്വത്തായി മാറാൻ സാധ്യതയുണ്ട്. അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികൾ നാളെ വഖഫ് സ്വത്തായി മാറാൻ സാധ്യതയുണ്ട്. അവിടെ ഈ ഒരു ഭീകരമായ പരോക്ഷമായി ഞാനൊരു വായിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അവർ വരും പല രൂപത്തില്. പക്ഷേ നമ്മൾ മൗനമായിട്ട് നമ്മളെ വീട്ടിൽ നമ്മളെ കുടുംബാംഗങ്ങളെ മാത്രം കെട്ടിപ്പിടിച്ചിരിക്കും. അവർ നമ്മുടെ അടുത്തുള്ള വീടുകളിൽ വന്ന് ആക്രമണം നടത്തും. അപ്പോഴും നമ്മൾ എല്ലാം അറിഞ്ഞുകൊണ്ട് മുണ്ടാണ്ടിരിക്കും. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് വരും, ഭാര്യയെ അവർ കൊണ്ടുപോകും, കുട്ടിയെ അവിടെ കൊണ്ടുപോകും. കാരണം ഞാൻ മതേതരനാണ്, ഞാൻ വഖഫിനെതിരെ ഒന്നും സംസാരിക്കില്ല, ഞാൻ വളരെ നല്ല കുട്ടിയാണ് എന്ന് ചമഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ 5ാമത്തെ ദിവസം അവർ അവരുടെ വാളുമായി എൻ്റെ കഴുത്തറക്കാൻ വേണ്ടിയിട്ട് അവർ വരുമ്പോഴും ഞാൻ മൗനമായിട്ടിരിക്കും. ഇതാണ് ഇന്നത്തെ ഭരണകൂടങ്ങളുടെയും ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇന്നത്തെ ഹൈന്ദവന്റെയും ഒക്കെ സ്ഥിതി എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും പാലോട് രവിയുടെയും ജാമിദ് ടീച്ചറുടെയും ഒക്കെ വാക്കുകൾ കൃത്യമാണ്. ഈ നിയമം നമുക്ക് വേണ്ട, വഖഫ് എന്ന് പറയുന്ന ഈ ബോർഡ് തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഓക്കെ, ഹരി പാലോഡ്ജി കൃത്യമായിട്ടും ഒരുപാട് എല്ലാ അഭിപ്രായങ്ങളും 3 തലങ്ങളിൽ നിന്ന് അങ്ങേ കൂടാതെ വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? ഞാൻ ചെറിയ ഒരു ഉദാഹരണം അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോ ഹിന്ദു സമൂഹം, ഞാൻ ഹിന്ദു സമൂഹത്തെ തന്നെ അഭിസംബോധന ചെയ്ത് ആ ഉദാഹരണം പറയാനാണ് ആഗ്രഹിക്കുന്നത്.
ഹിന്ദു സമൂഹം മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം. നമ്മുടെ കൊല്ലം കരുനാഗപ്പള്ളിക്കടുത്ത് പാവുമ്പ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പരിസരത്തെന്നല്ല ശരിക്കും പറയേണ്ടത്, ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളില് വില്ലേജ് ഓഫീസ് നിലനിൽക്കുന്നു. വളരെ നാള് മുമ്പ് വില്ലേജ് ഓഫീസ് അവിടെ കയ്യേറി പണി കഴിപ്പിച്ചതാണ്. അപ്പോ ഇപ്പോ പുതുതായിട്ട് ഒരു ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് കൂടി പണിയണം. അപ്പോ പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്സവപരമായിട്ടുള്ള ആചാര ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലപരിമിതി വളരെ ഉണ്ട് എന്നിരിക്കെ ദേവസ്വം ബോർഡ് അവിടെ നിന്ന് അനധികൃതമായിട്ട് മരം മുറിച്ചു കൊണ്ടുപോയ കേസില് മുറിച്ചു തീരുന്നതുവരെ മൗനം പാലിക്കുകയും മുറിച്ചു കഴിഞ്ഞതിന് ശേഷം കോടതിയെ സമീപിക്കുകയും അതിനെ സംബന്ധിച്ചുള്ള കേസ് കൊല്ലം മുനിസിപ്പൽ കോടതിയിൽ നടക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തില് അവിടെ ഇപ്പോ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി കൂടിയിട്ട് ബ്രാഞ്ച് സമ്മേളനം നടന്നിട്ട് അവര് പ്രമേയം അവതരിപ്പിച്ച് അതുകൂടി പാസ്സാക്കിയിരിക്കുന്നു. പാവുമ്പ മഹാദേവ ക്ഷേത്ര ഭൂമിയിൽ തന്നെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് പണിയണം. ഈ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് അവിടെ പണിയണം എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാല് സർക്കാരിന്റെ റവന്യൂ വക ഭൂമി അവിടെ കാട് പിടിച്ച് അതിന്റെ പരിസരത്ത് മനുഷ്യന് ദർശിക്കാൻ പറ്റാത്ത തരത്തില് പാമ്പ് വളർത്തൽ കേന്ദ്രം മാതിരി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് അനധികൃതമായിട്ട് പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിൽ പഴയ വില്ലേജ് ഓഫീസ് നിലനിൽക്കുന്നതും ഇപ്പോ പുതിയ ഡിജിറ്റൽ ഇതിനു വേണ്ടിയിട്ട് ആ വസ്തു ആവശ്യപ്പെട്ടുകൊണ്ട് നിലപാടെടുക്കുന്നതും ദേവസ്വം ബോർഡ് മൗനം പാലിക്കുന്നു. ഇത് സംബന്ധിച്ച് നമ്മുടെ ആളുകള് തഹസീൽദാരെ കണ്ട സമയത്ത് തഹസീൽദാര് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാല് വില്ലേജ് ഓഫീസ് പൊതുകാര്യമല്ലേ, ആ ഇത്തരത്തിലുള്ള പൊതുകാര്യങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് എതിര് നിൽക്കുന്നത്? നാടിന്റെ വികസനമല്ലേ ആവശ്യം? ഈ ആചാരത്തിന്റെയൊക്കെ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആഘോഷങ്ങളുടെയും ആരാധനയുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് ഈ വികസനങ്ങളെ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്? ഇതാണ് തഹസീൽദാരുടെ ചോദ്യം. പരാതി അവിടെ നിന്ന് ചെന്ന സാധാരണ പ്രവർത്തകരുടെ പരാതി പോലും ഇവർ വാങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതിനുശേഷം അവർ പരാതി രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ കൊല്ലം ജില്ലാ കളക്ടറുടെ വസതിയിൽ നേരിട്ട് കണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള നിവേദനം സമർപ്പിച്ചു. അപ്പോൾ ജില്ലാ കളക്ടർ വളരെ ആശ്വാസകരമായിട്ടൊക്കെ മറുപടി പറഞ്ഞു. അതിന്റെ നടപടി നമ്മൾ നോക്കാം, അത്തരത്തില് ഒന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ വികസനത്തിന്റെ പേരില് ഇത്തരത്തില് നാടിന്റെ പുരോഗമനത്തിന്റെ കാര്യത്തില് ജനകീയ വിഷയത്തിന്റെ കാര്യത്തില് ഏതെങ്കിലും ഒരു മഹല്ല് കമ്മിറ്റിയുടെ അനുവാദം ഇല്ലാതെ വേണ്ട. ഇതിപ്പോൾ ഭക്തജനങ്ങളുടെ അനുവാദം ഇല്ലാതെയാണ്, കമ്മിറ്റിയുടെ അനുവാദം ഇല്ലാതെയാണ്. പക്ഷെ ഏതെങ്കിലും ഒരു മഹല്ല് കമ്മിറ്റിയുടെ അനുവാദത്തോട് കൂടിയിട്ട് ഒരു സൂചി കുത്താനുള്ള ഭൂമി ഈ പറയുന്ന ഇസ്ലാം സമുദായത്തിന്റെ ഇസ്ലാം വിശ്വാസികളുടെ ഒരു ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രത്തിന്റെ പരിസരത്ത് നിന്ന് തരിശു ഭൂമിയെങ്കിലും ഇങ്ങനെ ഒരു പൊതുകാര്യത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സമൂഹം തയ്യാറാവുമോ? തയ്യാറായിട്ടുള്ള ചരിത്രം നിലവിലുണ്ടോ? അപ്പോ ഇത് നമ്മുടെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹിന്ദുവിന്റെ ആരാധനാലയങ്ങള്, ഹിന്ദുവിന്റെ സ്വത്ത്, ഇതെല്ലാം നമ്മൾ അപഹരിക്കപ്പെടുന്ന തരത്തിലേക്ക് സർക്കാർ നീങ്ങുമ്പോൾ ഭീമാവള്ളി ഉറൂസ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാഹനത്തിന്റെ പാർക്കിംഗ് ഫീസ് പോലും പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുട്ടിടിക്കും. എന്നാൽ തമ്പാനൂര് ചെന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് 2 വീലർ ഒന്ന് സ്റ്റാൻഡ് തട്ടി വെച്ചാല് അവരെ കുത്തിനെ പിടിച്ച് നിർത്തി നഗരസഭ 10 രൂപയുടെ കൂപ്പൺ കൊടുത്ത് പൈസ പിരിക്കും. അപ്പോ ഈ ഒരു സാഹചര്യത്തില് ഈ ഒരു സമുദായത്തെ സംഘടിതമായിട്ട് നിൽക്കുന്ന ഈ ഒരു വിഭാഗത്തെ സർക്കാർ പോലും ഭയപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഈ വഖഫ് ബോർഡിന് നിയമം ഭേദഗതി വരുത്തുമ്പോൾ ആ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികള്, ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികള്, SDPI പോലുള്ള സംഘടനകള്, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകള്, പാകിസ്ഥാൻ അനുകൂല സംഘടനകള്, അഫ്ഗാൻ അനുകൂല സംഘടനകള്, ഇതെല്ലാം അൽ-ഖ്വയ്ദ തുടങ്ങി സിമി തുടങ്ങി എല്ലാ നിരോധിത സംവിധാനങ്ങളും ഉണ്ട് നമ്മുടെ കേരളത്തില്. അപ്പോ ഇതെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ വഖഫിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ ഭേദഗതി ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവര് മുറവിളി കൂട്ടുമ്പോ അവർ ഈ വിഷയത്തെക്കുറിച്ച് അജ്ഞരാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അവരിതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവർ തന്നെയാണ്. കൃത്യമായിട്ട് ഒരു ഇസ്ലാം രാഷ്ട്രവാദത്തിലേക്കാണ് വിഷയങ്ങൾ പോയി നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് ക്ഷേത്രത്തെ സംബന്ധിക്കുന്നതല്ല, അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുക്കളെ സംബന്ധിക്കുന്നതല്ല എന്നുള്ള തെറ്റിദ്ധാരണയല്ല നമുക്ക് വേണ്ടത്. ഈ നാടിനെ സംബന്ധിക്കുന്ന വിഷയത്തിൽ കൃത്യമായിട്ട് നമുക്ക് നിലപാടുണ്ടാവണം. അതിന് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ സർക്കാർ കൊണ്ടുവന്ന 40ഓളം ഭേദഗതികൾ കേട്ടിടത്തോളം നമുക്ക് ഒരു താൽക്കാലിക ആശ്വാസത്തിന് വകവയ്ക്കുന്നു. ആ ഭേദഗതികൾ അത് കൃത്യമായിട്ട് നടപ്പിലാവേണ്ടതാണ്. അത് സ്വാഗതം ചെയ്യേണ്ടതാണ്. ഭാവിയിലെങ്കിലും ഈ വഖഫ് എന്ന് പറയുന്ന സംവിധാനത്തെ മരവിപ്പിച്ചിട്ട് ഈ സ്വത്തുവകകള് സർക്കാരിലേക്ക് കണ്ടെടുത്തുകൊണ്ട്
ഈ പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ സർക്കാരിന്റെ നാടിന്റെ ഇതര വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സ്വത്തുവകകൾ വകയിരുത്തിയാൽ അത് തീർച്ചയായിട്ടും നാടിന് നല്ല ഗുണകരമായിട്ടുള്ള പ്രവർത്തനമായിരിക്കും. ഇത് മാത്രമാണ് കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾക്കറിയാം കാക്കയെയും കൊക്കിനെയും കുറിച്ച് നമ്മൾക്കറിയാം. കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും എന്നുള്ള ഒരു പഴമൊഴി പോലും നമ്മൾക്കറിയാം. അത്തരത്തിലും കണ്ടറിയുന്ന കാക്കയിലേക്ക് ഈ നാട്ടിലുള്ള മതേതരനാണ്, ഞാൻ വലിയ മതേതരനാണ് പറഞ്ഞു നടക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും കണ്ണു തുറക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ വഖഫ് ബോർഡിന്റെ വിഷയം അത് കൃത്യമായിട്ടും ഇസ്ലാമിസ്റ്റുകൾക്ക്, ഇസ്ലാമിക ജിഹാദികൾക്ക് ഇത് കൃത്യമായിട്ടും അറിയാം. ഇവരൊക്കെ 2047 ഇസ്ലാമിക രാജ്യം പുലരുമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന ഇവന്മാരുടെ ഈ വഖഫ് ബോർഡ്, ഈ വഖഫ് നിയമം ഇതെടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാലും അപ്പോഴും അന്തം വിട്ട് നടക്കുന്ന ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും തലയിലേക്ക് ഇത്തിരിയെങ്കിലും വെട്ടം കയറട്ടെ എന്ന് മാത്രമേ ഈ രാത്രിയിൽ ആശംസിക്കാനുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് രാമസിംഹൻജി ആയാലും ഹരിജി ആയാലും അതുപോലെ ഭഗത്ജി ആയാലും ചാമത ടീച്ചർ ആയാലും കൃത്യമായിട്ടും എത്തിച്ചു, പൂർണ്ണമായിട്ടും ഭാഗങ്ങൾ കവർ ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കാം. തൽക്കാലം നമ്മുടെ വിശിഷ്ട വ്യക്തികളുടെ, അതിഥികളുടെ പെർമിഷനോടുകൂടി തന്നെ തൽക്കാലം ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.